വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ. കർത്താവെ, ആ പത്മോസില് യോഹന്നാൻ അപ്പോസ്തലനെ വെളിപ്പെടുത്തിയ ആ തേജസ്, കർത്താവെ, അവിടുത്തെ ആ കർത്താവെ അളവില്ലാത്ത ആ തേജസ്സിന്റെ ഒരു ചെറിയൊരു അംശം കണ്ടപ്പോൾ തന്നെ കർത്താവ്, അത്രയും വർഷം അങ്ങോട്ട് ചേർന്ന് നടന്ന അപ്പോസ്തലൻ കർത്താവെ മരിച്ചവനെ പോലെ അവിടുത്തെ മുമ്പാകെ വീണുവല്ലോ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ അവിടുന്ന് കർത്താവെ, അവിടുന്ന് എത്ര വലിയവനും മഹത്വവാനുമാണ്. ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. ഇഴകളും പുഴുക്കളുമായിട്ടുള്ള ഞങ്ങളെ ഇത്രയധികം സ്നേഹിപ്പാനും വാത്സല്യം ചുരുവാനും തക്കവണ്ണം കർത്താവെ ഞങ്ങൾ എന്തുള്ളൂ. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ കർത്താവെ. അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറച്ചാട്ടെ. ഞങ്ങളെ ഉത്സാഹിപ്പിച്ചാട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിറച്ചാട്ടെ. അങ്ങേ കാണുവാനും കർത്താവെ, ആത്മാവിൽ അങ്ങേ കാണുവാനും കേൾപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ചേർന്നിരിപ്പാൻ, അതെ കർത്താവെ, അവിടുത്തെ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ആ ഒരു വലിയ സാന്ത്വനത്തോടെ, ആശ്വാസത്തോടെ, വലിയ സ്വസ്ഥതയോടെ കർത്താവെ അങ്ങിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുത്തെ ഉള്ള സ്നേഹത്താൽ എരിയുമല്ലോ കർത്താവെ. എമ്മാവൂസിലുള്ള ശിഷ്യന്മാരോട് അങ്ങ് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ എരിഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ ഉള്ള സ്നേഹത്തിലെ ഏകാഗ്രതയിലും കർത്താവെ എരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഗ്നിയാൽ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, ഞങ്ങൾ കുറഞ്ഞില്ലാതാകട്ടെ. അവിടുന്ന് മാത്രം വെളിപ്പെടട്ടെ. അവിടുത്തെ നാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. എല്ലാ യേശുവിനെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം 22 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ. നമുക്കറിയാം, വെളിപാട് പുസ്തകം കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നു. അപ്പം അതിൻ്റെ സന്ദർഭമൊക്കെ നമ്മളിപ്പോഴും ഇപ്പോഴും ഒരു ഓട്ടപ്രദക്ഷിണം പോലെ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. എന്താ, കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇത് ക്രിസ്തുവിന് വെളിപ്പെടൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഏകലോക ഭരണാധികാരി വെളിപ്പെടാം. എല്ലാ രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കി ബാക്കി ചില രാജ്യങ്ങളും കൂടെ അധികാരം ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു ഏകലോക ഭരണാധികാരി വെളിപ്പെട്ട് ഇസ്രായേലുമായിട്ടുള്ള ഒരു സമാധാന കരാറും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ അന്ത്യകാലത്ത് ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യം. അങ്ങനെ ഇത് ക്രിസ്തുവിൻ്റെ ആ ഒരു 7 വർഷക്കാലം ഭരണത്തിൻ്റെ 3.5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും സമാധാനം എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് യഹൂദന്മാരുള്ള ഉടമ്പടിയെല്ലാം കാറ്റിൽ മേൽ പറത്തി അവൻ തന്നെ പോയി അപ്പോൾ അതിനകം പണിയപ്പെടുന്ന ആ യെരുശലേം ദേവാലയത്തിൽ പോയി അതിപരിശുദ്ധ സ്ഥലത്ത് താൻ തന്നെ ദൈവമാണെന്ന് ചെന്നിരിക്കുകയും ആ ഒരു അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലും മത്തായി 24-ലും കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഇവിടെയുള്ള മഹോപദ്രവം, സഭ കടന്നു പോകുന്ന മഹോപദ്രവം, ആ അവസാനം 3.5 വർഷക്കാലവും മഹോപദ്രവത്തിലൂടെ കടന്നുപോയി അതിൻ്റെ അവസാനം കർത്താവിൻ്റെ വരവ്, മേഘാരൂഢനായിട്ട് നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ ചേർപ്പാനായിട്ട് വരുന്ന ആ ഒരു കാര്യങ്ങളും, കർത്താവ് അവിടെ യെരുശലേമിലെ കിഴക്കായിട്ടുള്ള ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയത്, കർത്താവ് തിരിച്ചു വരുമ്പോഴും ആ ഒലിവുമലയിൽ തന്നെ കർത്താവ് കാലുകുത്തുന്ന രംഗമൊക്കെ നമ്മുടെ സഖരിയാവ് 14-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രവചനവാക്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒലിവുമല 2ആയിട്ട് പിളർക്കുന്നതും. അപ്പോൾ നടക്കുന്ന ആ ഒരു അർമഗദോൻ യുദ്ധം, അവിടെ കർത്താവിനെതിരായിട്ട് വന്ന ആ ശക്തികളെ, ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വന്ന ക്രിസ്തുവിനെ കള്ളപ്രവാചകന്റെ നേതൃത്വത്തിൽ വന്ന ശക്തികളെയൊക്കെ കർത്താവ് തന്റെ വചനമാകുന്ന വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാള് കൊണ്ട് അവരെയെല്ലാം നിഗ്രഹിച്ച് കർത്താവ് രാജ്യത്വം സ്ഥാപിക്കുന്നു. കർത്താവ് രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ കർത്താവിനോട് കൂടെ വാഴാനായിട്ട് കർത്താവ് തന്നെ വ്രതന്മാർക്ക് അവരുടെ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. പിന്നീട് 1000 ആണ്ട് ഭരണം, അതിനുശേഷം ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം, ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ആരെയാ കൂട്ടിലടച്ചിടുന്നേ? സാത്താനെ അഗാധത്തിലെ ബിസ്സിലായിരിക്കും സാത്താനെ തുറന്നു വിടുന്നതും സാത്താൻ പിന്നെ ആൾക്കാരെ വഞ്ചിക്കുന്നതും പിന്നെയും ആളുകളെ ദൈവത്തിനെതിരായിട്ട് തിരിക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം അവൻ്റെ സാത്താൻ്റെ ഒരു അന്തിമമായിട്ടുള്ള സ്ഥാനം, ഹിസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടാ? ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്ക. എവിടെ നമ്മളത് വായിച്ചേ? വെളിപാട് 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ 2020 എന്നൊക്കെ ക്രിക്കറ്റ് മാച്ച് പറയുന്നത് 2010, 20-ന്റെ 10 അവരെ വഞ്ചിച്ച് പിശാചിനെ, അതിനു മുമ്പ് തന്നെ അവിടെ 2 പേരുണ്ടായിരുന്നു, മൃഗവും ഉണ്ടായിരുന്നു, കള്ളപ്രവാചകൻ. അതായത് ഇത് ക്രിസ്തു കള്ളപ്രവാചകനും അപ്പുറം ഉണ്ട്. അവർ 2 പേര് കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അതിനുശേഷം അവിശ്വാസികളുടെ ന്യായവിധി. അതിനുശേഷം ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂമിയും ഇപ്പൊ കാണപ്പെടുന്ന പ്രപഞ്ചവും എല്ലാം
യുനോ അഗ്നിക്കിരയാകുന്ന ഒരു കാര്യവും, പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21 കാണുന്നു. അവിടെ കാന്ത, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട കാന്തയെ കാണുന്നു. ആ കാന്തയുടെ ഭാഗമാകാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. കാന്തയായിട്ട് ഒരുങ്ങാം, അല്ലെങ്കിൽ ഒരുക്കപ്പെടാത്തവരാണെങ്കിൽ എന്നാൽ രക്ഷിക്കപ്പെട്ടു, എന്നാൽ വേണ്ടത്ര ഒരുക്കമില്ല എന്ന് വെച്ചാൽ അവര് 60 മേനി 30 മേനിയൊക്കെ ഫലം കായ്ച്ചുള്ളൂ. അവര് കല്യാണത്തിന് വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19 അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. വെളിപാട് 19 9 വാക്യത്തിൽ കുഞ്ഞാടിന് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരാ, അല്ലാതെ കാന്തയാകുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പം നമ്മളെ ദൈവം കാന്തയാകാനായിട്ട് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം പൂർണ്ണമായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നവർ, നൂറുമേൽ ഫലം കായ്ക്കുന്നവർ. നമ്മളാരും പൂർണ്ണരായിത്തീരുന്നില്ല ഈ ഭൂമിയിൽ. എന്നാൽ കർത്താവ് തരുന്ന വെളിച്ചത്തിന് നമ്മളെ സമ്പൂർണ്ണമായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ പൂർണ്ണതയിലേക്ക് അയയുകയും ചെയ്യുന്ന ആ ഒരു ഹോൾ ഹാർട്ടഡ്നെസ്, ആ ഒരു പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തോടെ കർത്താവിന്റെ ആ പ്രോംപ്റ്റിങ്സിനെ, പരിശുദ്ധാത്മൻ പ്രേരണകൾക്ക് അതുപോലെ നമ്മെ തന്നെ കീഴടക്കി കൊടുക്കുന്ന, എന്നാൽ വീഴ്ചയുള്ള താഴ്ചയുള്ള വന്നതിന് ഉടൻ തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് പറ്റിച്ചേരുന്ന ആ കാന്ത. അപ്പൊ ആ കാന്തയുടെ കല്യാണം, അത് നമ്മൾ 21 അധ്യായത്തിലൊക്കെ വായിച്ച ആ കാന്തയുടെ ഡിസ്ക്രിപ്ഷനും, കാന്ത ഒരു നഗരത്തോട്, യെരുശലേം നഗരത്തോട്, പുത്തൻ യെരുശലേമിനോട് ഉപമിച്ച് ആ നഗരത്തിന്റെ മതിലിനെ കുറിച്ചും മതിലിന്റെ വിസ്താരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചു. അത്രമാത്രം വലിയ വൈഡായിട്ടുള്ള ഒരു മതിലിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചപ്പം എന്താ അത്രയും വൈഡായിട്ടുള്ള 72 യാർഡ്സ്, 17-ാമത്തെ വാക്യം 21-17 72 യാർഡ്സ് അല്ലെങ്കിൽ 65.25 എന്നൊക്കെ പറയുമ്പം അത്ര വലിയ ഒരു മതില്, അത്രമാത്രം ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു മതില്. ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എന്താ? പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ലോകം അതിന് പിന്നാലെ പോകുന്ന കാര്യങ്ങളാണ്. പണവും മനുഷ്യമാനവും ജഡിക സുഖങ്ങളുമാണ് ലോകത്തിന് വേണ്ടത്. അതാണ് ലോകത്തിന് കണ്ടില്ല ഏറ്റവും വിലയുള്ളത്, ഏറ്റവും മഹത്വകരമായിട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പിൽ അറപ്പുളവാക്കുന്നത്. അത്രയും എവിടെ പറയുന്നേ? ലൂക്കോസ് 16:15 പറയുന്നത്. ലൂക്ക് 16:15 പറയുന്നുണ്ട്, വാട്ട് ഈസ് ഹൈലി എസ്റ്റീംഡ് അമംഗ് മെൻ ഇസ് അബോമിനബിൾ ബിഫോർ ഗോഡ്. അതിൽ നിന്നുള്ള ഒരു വേർപാടാണ് സഭയ്ക്കുള്ളത്. സഭയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കാന്തയാകുന്ന സഭയ്ക്ക് എന്ന് പറയുമ്പോൾ സഭയിലെ ഓരോ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വേർപാട് ഇന്ന് നമ്മളെ ഉണ്ടോ? ലോകത്തിൽ നിന്നൊരു വേർപാടുണ്ടോ? അതോ ലോകത്തിന്റെ ശരിയാണ്, നമ്മൾ ലോകത്തിലെ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി കരുതുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥ, ലോകത്തിൻ്റെതായ ഒരു പോക്കുണ്ട്. ഒരു പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതിൻ്റെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചിൽ. നമ്മളും അതിൻ്റെ പിന്നാലെയാണ്. മനുഷ്യമാനം തേടി അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അയ്യോ മറ്റവരെന്ത് പറയും, എന്നെക്കുറിച്ച് അവരെന്ത് പറയും, നാളെ എന്താവും, അതെന്താവും, അങ്ങനെയൊക്കെയുള്ള ഒരു ആകുല ചിന്തകളെല്ലാം നമ്മുടെ സ്വയസ്നേഹത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ് ലോകത്തിന്റെ കാര്യങ്ങൾ. അതാണ് ലോകക്കാർ അതൊക്കെ അന്വേഷിക്കുന്നു. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി, വേണ്ടുന്നതെല്ലാം ചേർത്ത് കൊടുക്കപ്പെടുമെന്ന് കർത്താവ് എവിടെ പറഞ്ഞു? മത്തായി 6:33 വാക്യത്തില്, സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. നമുക്ക് വേണ്ടുന്നില്ല കർത്താവ് അങ്ങ് ആഡ് ചെയ്തോളും, അതെല്ലാം ബോണസായിട്ട് കിട്ടിക്കോളും. കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ രാജാവായിട്ട്, നമ്മുടെ ജീവിതത്തിലെ രാജാവായിട്ട് നമ്മൾ സ്വയം പ്രഖ്യാപിത ദൈവമോ സ്വയം പ്രഖ്യാപിത രാജാവോ ഒക്കെ അല്ലല്ലോ. ഇപ്പം ഈ അടുത്ത ചില ആളുകളൊക്കെ ഓരോ സാമ്രാജ്യമൊക്കെ സൃഷ്ടിച്ചിട്ട് അവർ തന്നെയാണ് അവിടുത്തെ രാജാവെന്നോ പ്രജയെന്നോ രാജാവെന്നോ സാമ്രാട്ടെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞൊക്കെ നമ്മളെ പത്രമാധ്യമങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഓരോ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളും സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ ചിരി വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിന് രാജാവായിട്ട് നമ്മൾ തന്നെയാണോ ഉള്ളത്, അതോ കർത്താവിനെ നമ്മുടെ രാജ്യത്വം, നമ്മുടെ കർത്താവേ അവിടുന്നാണ് എൻ്റെ രാജാവ്, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ മതി എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. അതാ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ രാജാവായിട്ട് അവരോധിക്കുക. ഓരോ മേഖലയിലും ദൈവം കാണിച്ചു തരുന്ന ഓരോ മേഖലയിലും കർത്താവ് അവിടുന്നാണ് ഇവിടെ രാജാവ്. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ബോണ്ട് സെർവൻസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അടിമദാസന്മാർ 3-ാമത്തെ വാക്യത്തിൽ തന്നെ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുമെന്ന് വെളിപാട് 22:3 നിന്ന് നമ്മൾ ആ പോർഷനിലോട്ടല്ലേ വരുന്നത്. അപ്പൊ അടിമദാസന്മാർ, ആ ദാസന്മാർ എന്നുള്ള വാക്ക് ഡൂളോസ് എന്നുള്ള വാക്കാണ്. ആ ഡൂളോസ് എന്നുള്ള വാക്ക് ഇതിന്റെ അർത്ഥം എന്താ? ഡിയോ എന്ന് പറഞ്ഞാൽ കെട്ടുക, ടു ബൈൻഡ്. ഡൂളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൻ, അതായത് ഒരു അടിമയെ പോലെ കെട്ടപ്പെട്ടവനായിട്ട്. അത് അവരാണ് അപ്പൊ അടിമദാസന്മാർ. അങ്ങനെ അതാ കർത്താവ് രാജാവായിട്ട്
തങ്ങളുടെ ജീവിത കർത്താവിന് രാജ്യവും നീതി അന്വേഷിക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ. അപ്പം അതാണ് കാന്ത. അപ്പം ആ ആ, കാന്ത കാന്തയ്ക്ക് ആരാ വെളിച്ചമായിട്ടുള്ളത്? കർത്താവ് തന്നെയാണ്. കുഞ്ഞാട് അതിന്റെ വിളക്കാണെന്നാണ് നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായത്തിന്റെ വെളിപാട് 22-ന്റെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ദ ലാംപ് ഇസ് ദ ലാംപ് എന്ന് പറഞ്ഞാൽ എന്താ? ലാംപ്, LAMP, ഇസ് ദ ലാംപ്, LAMB. അവിടുത്തെ വിളക്ക് എന്താന്ന് ചോദിച്ചാൽ കുഞ്ഞാട് തന്നെ, യേശു കർത്താവ് തന്നെ വിളക്ക്. യേശു കർത്താവാണ് അതിന്റെ വെളിച്ചം. കർത്താവിന്റെ കർത്താവിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ, കർത്താവാകുന്ന വെളിച്ചം എന്ന് പറയുമ്പോൾ കർത്താവിലുള്ള ജീവനാണ് നമുക്ക് വെളിച്ചമായിരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട് അല്ലേ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. എവിടെ പറയുന്നേ? യോഹന്നാൻ 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തില്, യോഹന്നാൻ 1:4 എന്താ പറയുന്നത്? കർത്താവിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. ഇന്ന് നമുക്ക് ആരാ വെളിച്ചമായിരിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ കാന്തയാണെങ്കിൽ ശരിയാണ്. നമുക്കിപ്പോൾ ഈ ട്യൂബ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അക്ഷരിക വെളിച്ചം തരുന്നു, പകൽ സമയത്ത് സൂര്യൻ വെളിച്ചം തരുന്നു. എന്നാൽ നമ്മളുടെ ആത്മമനുഷ്യന് എന്താണ് വെളിച്ചം? അത് അവിടെ കർത്താവാണ് നമ്മുടെ വെളിച്ചം. കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ സൗമ്യത, കർത്താവിന്റെ കാർക്കശ്യം, കർത്താവിന്റെ നിലപാടുകൾ, കർത്താവിന്റെ വചനം, അതാ കർത്താവിന്റെ ആ ജീവൻ, കൃപയും സത്യം നിറഞ്ഞ കർത്താവിന്റെ ദിവ്യ സ്വഭാവം, അതാ നമുക്ക് വെളിച്ചമായിരിക്കുന്നത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാന്തയുടെ ലക്ഷണം. അപ്പൊ ആ കാന്തയായിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരുക്കപ്പെടുന്നുവോ അതിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും എന്ന് നമുക്ക് നിത്യത മുഴുവനും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉഴപ്പി അടിച്ചാൽ ഫൈനൽ എക്സാം വരുമ്പോൾ തോറ്റു തുന്നം പാടുമെന്ന് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് പോലെ, ഇപ്പം നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ മതി, നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങ് ഒരു ലാഘവത്തോടെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു കാര്യങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ്. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു നാമമാത്രമായിട്ടൊരു പേരിനൊരു ഭക്തിയുടെ ഒരു വേഷവും കുറച്ചൊരു ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ, ഫൈനൽ എക്സാം വരുമ്പോൾ എന്താ, നമ്മൾ ഒരുങ്ങിയിട്ടില്ല. അപ്പം നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനോട് അതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണവും ഒരുക്കവും ഒക്കെ ആയിരിക്കേണ്ടതിനായിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ, അതിസ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വെളിപാട് 22-ാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിച്ചേ? അവിടെ ഒരു സിംഹാസനമാണ് നമ്മൾ കാണുന്നത്, സ്വർഗസിംഹാസനം. ആരുടെ സിംഹാസനം? അത് പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും സിംഹാസനം. അത് പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനവും കൂടാണ്. അവിടെ ജീവജല നദി, ഈ കുഞ്ഞാടിൻ്റെയും പിതാവിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജീവജല നദി കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ജീവിതത്തിൽ ആര് വാഴുന്നു, അതാണ് സിംഹാസനം എന്ന് പറഞ്ഞാൽ. ആ വാഴുന്ന ഒരാളാണ് സിംഹാസനത്തിലിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയമായിട്ടാണ്, നമ്മുടെ സ്വന്തം ഡിസിഷൻസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വയമായിട്ട് അങ്ങ് വാഴുവാണെങ്കിൽ എന്താ, അവിടെ നമ്മൾ തന്നെ ആയിരിക്കുന്നത്. അവിടെ ജീവജലത്തിന് നദിയല്ല, ജഡത്തിന് ദുർഗന്ധമായിരിക്കും വമിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ, ജഡത്തിൻ്റെതായ ക്രോധവും കോപവും മോഹവും പണസ്നേഹവും ദ്രവ്യാഗ്രഹവും അസൂയയും കയ്പും ആകുല ചിന്തകളും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവവും പരാതിയും പെറുവെറുപ്പും ആകുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അവിടുന്ന് വരും. നമ്മളുടെ സ്വയം പ്രഖ്യാപിത ദൈവമായിട്ട് നാം ആ സിംഹാസനത്തിലിരിക്കുമ്പോൾ. അതാണ് സ്വാഭാവിക മനുഷ്യന്റെ ജീവിതം. എന്നാൽ നമ്മൾ അവിടുന്ന് അങ്ങ് മാറി, കർത്താവേ അവിടുന്ന് അങ്ങ് ഇരുന്നാട്ടെ, അവിടുന്ന് എല്ലാം നിയന്ത്രിച്ചാട്ടെ, അവിടുന്ന് കാര്യങ്ങളെയൊക്കെ ഏറ്റെടുത്താട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിലേക്കെല്ലാം, കർത്താവ് ഞാൻ ഇനി എനിക്കായിട്ടല്ല, ഞാൻ ഇനി കർത്താവിനായിട്ട് പൂർണ്ണമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ആർക്ക് നമ്മൾ സമർപ്പിക്കണം? യേശുവിനായിട്ട് അങ്ങ് സമർപ്പിക്കുമ്പോൾ യേശു കർത്താവ് നമ്മളിൽ ഒന്നും നിറയും. അപ്പോഴാണ് ഈ യേശുവിന് നമ്മുടെ ജീവിതത്തിന്റെ, പിതാവാം ദൈവത്തിനും യേശുവിനും നമ്മുടെ ജീവിതത്തിന് സിംഹാസനം കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മളിൽ ഒന്നും നിറയുന്നത്. ആ സിംഹാസനത്തിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്നത് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് ആ ജീവന്റെ ജീവജലത്തിന് നദികള്, പരിശുദ്ധാത്മാവിന്റെ നദി ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. പക്ഷെ അത് എങ്ങനെയുള്ളവരടുത്ത ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ, ഈ പിതാവിനും പുത്രനും നമ്മുടെ ജീവിതത്തിൽ സിംഹാസനം ഒരുക്കുന്ന ജീവിതങ്ങളിലേക്കാണ് ഈ ജീവജല നദി വന്ന് ഒഴുകുകയും അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മളവിടെ വെളിപാട് 22-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ ജീവജല നദി പോകുന്നിടത്തൊക്കെയും ജീവൻ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ മീറ്റിങ്ങിന് നമ്മൾ അത് കണ്ടു. യെഹെസ്കേൽ 47-ാം അധ്യായത്തിന് അവസാന വാക്യങ്ങളൊക്കെ കണ്ടു. അത് പോകുന്നിടത്തൊക്കെയും മറ്റുള്ളവർക്ക് ജീവനാകുന്ന ഒരു ബ്ലെസ്സിങ് ആകുന്ന ഒരു കാര്യം, അതാ നമ്മൾ
കണ്ടത്. അത് മറ്റുള്ളവർക്ക് ഇലകളെ ജാതികളുടെ രോഗശാന്തിക്ക് ആയിത്തീരുന്നു. വിവിധ തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ വാക്യം, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ജീവവൃക്ഷം, അത് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് ക്രൂശിന്റെ വഴിയാണ്. ജീവവൃക്ഷം എന്ന് പറയുന്നത് കർത്താവിന്റെ ജീവനെ, കർത്താവിന്റെ സ്വഭാവത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ തന്നെ കുറിക്കുന്ന കാര്യമാണ്, കർത്താവിന്റെ സ്വഭാവത്തെ കുറിക്കുന്ന കാര്യമാണ്. അതിലേക്ക് നമ്മൾ ഇന്ന് പാടിയത്, യേശു താൻ തുറന്നിതാ പുതുവഴി. നമ്മളെ എബ്രായർ 10:19-20 വാക്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. ആ പുതിയ വഴി, ജീവനുള്ള പുതിയ വഴി, അത് എന്താ? കർത്താവേ, എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ എല്ലാം ആകട്ടെ എന്ന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് അവിടെ ഒരു ജീവന്റെ പുതുവഴി തുറക്കപ്പെടുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും വെപ്രാളവും ദേഷ്യവും ബഹളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ജീവന്റെ പുതുവഴിയല്ല, മറിച്ച് മരണത്തിന്റെ പഴയ വഴിയാണ്. അത് വിശാലമായ വഴിയാണ്. അതിലേക്ക് പോയാൽ നിത്യമായ നരകത്തിലേക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. എന്നാൽ നമ്മളെ ജീവന്റെ പുതിയ വഴി, ജീവന്റെ ഫ്രഷ് ആയിട്ടുള്ള വഴി, ആ പുതിയ വഴി എന്നുള്ളത് ന്യൂ ആൻഡ് ലിവിങ് വേ. ന്യൂ എന്നുള്ള വാക്ക് പ്രാസ്ഫെറ്റാസ് എന്നുള്ള വാക്കാന്നൊക്കെ നമ്മൾ ഗ്രീക്കിൽ ആ വാക്കൊക്കെ കണ്ടായിരുന്നു. പ്രാസ്ഫെറ്റാസ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ തുറന്ന വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷരികമായിട്ടുള്ള മീനിങ് റീസെന്റ് സ്ലെയിൻ എന്നുള്ളൊരു കാര്യം ആണ്. ഇപ്പോൾ റീസെന്റ് കിൽഡ്. ഇപ്പൊ നമ്മള് കടയിൽ ചെന്ന് ഇറച്ചി വാങ്ങിക്കുവാണെങ്കിൽ 10 മാസം മുമ്പേ വെട്ടിവെച്ച ഇറച്ചി ഫ്രീസറിലൊക്കെ വെച്ചേക്കുന്ന എടുത്ത് തരുവാണെങ്കിൽ നമ്മളെടുത്ത് ഇത് ഇത്രയും പഴക്കമുള്ള, പക്ഷെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാ കൊണ്ടുപോയി കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുകയില്ല. ഇപ്പം കൊന്ന കോഴിയോ ഇപ്പം കൊന്ന ഇറച്ചി, റീസെന്റ് കിൽഡ്, അതിനാ ഒരു ഫ്രഷ്നെസ് ഉള്ളത്. അപ്പൊ ആ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് അവിടെ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ പ്രാസ്ഫെറ്റാസ് എന്നുള്ളൊരു വാക്ക. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ, സ്ഫാസോ എന്ന് പറഞ്ഞാൽ ടു സ്ലേ ഓർ ടു കിൽ, ഫ്രഷ്ലി കിൽ, റീസെന്റ് മെയ്ഡ്, ന്യൂ. അത് ഒരേ ഒരു ഇടത്ത് മാത്രമേ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എവിടാന്ന് വെച്ചാൽ ഈ എബ്രായർ 10:20 വാക്യത്തില്, ഇംഗ്ലീഷില്, മലയാളത്തില് അത് എന്താ, 19 വാക്യത്തില് പുതു എന്നുള്ള വഴി, പുതു എന്നുള്ള വാക്ക് പ്രാസ്ഫെറ്റാസ് എന്ന് പറഞ്ഞാല് അവിടെ ജഡം എന്ന യാഗമൃഗത്തെ പണ്ട് 10 വർഷം മുമ്പ് ഞാൻ കർത്താവിന്റെ യാഗമായിട്ട് എന്നെ തന്നെയൊക്കെ സമർപ്പിച്ചതാ എന്ന് പറഞ്ഞ് നമുക്ക് മേനി പറഞ്ഞുകൊണ്ടിരിക്കാനില്ല. ഇപ്പോ നമ്മളുടെ ജഡമാകുന്ന യാഗമൃഗം അത് ക്രൂശാകുന്ന അൾത്താരയില് അത് സമർപ്പിതമാണോ? അത് ഇപ്പൊ അത് റീസെന്റ് കിൽഡ് ആണോ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ജഡം ഇപ്പോഴും ക്രൂശിൽ തന്നെ ആണോ? ജഡം ഇപ്പോഴും അൾത്താരയിൽ തന്നെ ആണോ? ആ ജഡമാകുന്ന തിരശ്ശീലയെ ഇപ്പോഴും കർത്താവിന്റെ സ്വന്തം ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മതി എന്ന് നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടും സമർപ്പിച്ച് കർത്താവിന് മുമ്പാകെ പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഒരു പുതുവഴിയാണ്. അല്ലെങ്കിൽ അത് പഴയ എന്തോ വഴി. 10 വർഷം മുമ്പ് എനിക്ക് അഭിഷേകം കിട്ടി, 15 വർഷം മുമ്പ് എനിക്ക് അന്യഭാഷ കിട്ടി എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അതായത് 15 വർഷം മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ 15 വർഷം മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അന്ന് കൊള്ളായിരുന്നു. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പം അതായത് ഇപ്പോൾ ഒരു കാറിന്റെ കാര്യവും ബൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ പെട്രോൾ ടാങ്ക് 10 വർഷം മുമ്പ് നിറച്ചു എന്നുള്ളതല്ല, ഇപ്പോൾ അത് ഫുള്ളാണോ എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും അത് ഇപ്പോൾ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? ഇപ്പം ഞാൻ എൻ്റെ ജഡം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇഷ്ടം കർത്താവിനായിട്ട് സമർപ്പിതമാണ്. അപ്പം അങ്ങനെയുള്ളിടത്താണ് അതാണ് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. അതാ നമ്മൾ ജീവവൃക്ഷത്തിന്റെ ഫലം, അങ്ങനെയുള്ള വഴിയിലൂടെ പോകുന്നവർക്കാണ് ജീവവൃക്ഷവും ജീവവൃക്ഷത്തിന്റെ ഫലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ. ജീവവൃക്ഷത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഫലങ്ങളുണ്ട്, അത് ശുശ്രൂഷയുടെ ഫലങ്ങളുണ്ട്. ജീവിതത്തിന്റെ ഫലം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമ്മൾ 9 കാര്യങ്ങൾ നമ്മൾ അവിടെ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ? സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും ദീർഘക്ഷമയും സൗമ്യതയും വിശ്വാസവും വിശ്വസ്തതയും ഇന്ദ്രിയജീവം എല്ലാം നമ്മളവിടെ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ് മിനിസ്ട്രി, ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി. നമ്മളുടെ ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്ക് അതൊരു അനുഗ്രഹമാകുന്നു.
നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും അനുഗ്രഹവും കാര്യങ്ങളും ആകുമ്പോൾ മറ്റുള്ളവർക്ക് അത് കർത്താവിലേക്ക് ആകർഷിക്കപ്പെടാനും കർത്താവിലേക്ക് ഉറപ്പിക്കപ്പെടുവാനും കർത്താവിലേക്ക് വരുവാനും ഒക്കെ ഉതകുന്ന കാര്യങ്ങളായിട്ട് തീരുമ്പോൾ അത് ശുശ്രൂഷയുടെ ഫലങ്ങളാവുന്നു. അപ്പം അങ്ങനെ ഫലം കായ്ക്കുന്ന, അത് 12 വിധം ഫലം കായ്ക്കുന്നു, മാസം തോറും ഫലം കായ്ക്കുന്നു എന്നൊക്കെ പറയുമ്പം അവിടെ രാവും പകലും ഒന്നും ഇല്ല, എന്നാൽ മാസം തോറും ഫലം കായ്ക്കുന്ന ഒരു കാര്യവും അവിടെ പറഞ്ഞിട്ടുണ്ട്. 12 മാസങ്ങളെ ഉള്ളപ്പം 12 വിധം ഫലം മാസം തോറും കായ്ക്കുന്ന ഒരു വൈവിധ്യം, ഒരു വെറൈറ്റി, ഒരു ഫ്രഷ്നെസ്. ഒരേ ഫലം തന്നെ നമ്മൾ എത്ര നേരം കഴിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എത്ര നമുക്ക് ഇഷ്ടമുള്ള മാമ്പഴമോ അല്ലെങ്കിൽ ചക്കയോ അല്ലെങ്കിൽ നമ്മൾ ആപ്പിളോ ഓറഞ്ചോ ഒക്കെ ആണെങ്കിലും വൈവിധ്യമാർന്ന ഫലങ്ങളായിരുന്നെങ്കിൽ ഒരു രസമുണ്ടെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഓരോ തരം ഫലങ്ങൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു എല്ലാത്തിൻ്റെ ഒരു ഫ്രഷ്നെസ്സും പുതുമയൊക്കെ അത് കാണിക്കുന്നു. 12 വിധം ഫലം കായ്ച്ച് എവിടെ നമ്മളിപ്പോൾ ഉള്ളത്? രണ്ടാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന് 2-ാമത്തെ വാക്യം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ ജീവവൃക്ഷത്തിന്റെ ഇലയാണ് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. എന്നാൽ അത്തിവൃക്ഷത്തിന്റെ ഇല അത് വെച്ചായിരുന്നു ആദാമും ഹവ്വയും തങ്ങളെ തന്നെ മറയ്ക്കാനായിട്ട്, ദൈവത്തിന് മുമ്പാകെ നഗ്നത മറയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചത്. അത്തിവൃക്ഷത്തിന്റെ ഇല കുറച്ച് കഴിയുമ്പോൾ അത്തിവൃക്ഷത്തിന്റെ ഇല അങ്ങ് ഉണങ്ങിപ്പോവും. അത് നഗ്നത മറയ്ക്കാൻ പര്യാപ്തമല്ല. അത് നമ്മളുടെ സ്വയനീതിയുടെ, സ്വയശക്തിയുടെ, സ്വന്തമായിട്ടുള്ള ഞാൻ ദൈവമുമ്പാകെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മളങ്ങ് വിശുദ്ധരാകാൻ നോക്കുന്നതോ സ്വയമായിട്ടുള്ള നമ്മളുടെ സ്വയവിശുദ്ധീകരണം, നമ്മൾ തന്നെ ശ്രമിച്ച് സ്വന്തം ശക്തിയിലുള്ള ഒരു വിശുദ്ധനാവാനോ പാപത്തെ ജയിക്കാനൊക്കെ നമ്മൾ സ്വയത്തിലുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒരു വിഫലതയോ അല്ലെങ്കിൽ അതിൻ്റെ അതിന് പോരായ്മയൊക്കെ കാണിക്കുന്ന കാര്യമാണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ ഇല എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന കാര്യമല്ല. എന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഇല ജാതികൾക്ക്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നൊരു കാര്യമൊക്കെയാണ് നമ്മളവിടെ വെളിപാട് 22-ന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പിന്നെ നമ്മൾ ആ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അപ്പോൾ ആ ശാപം, കർത്താവ് നമുക്ക് ശാപമായി തീർന്നു എന്നുള്ള ആ ഒരു ഗലാത്യർ 3-ന്റെ 13-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മൾ അനുഗ്രഹമായി തീരാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും എടുത്തായിരുന്നു. ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രൂസിൽ വലിയൊരു എക്സ്ചേഞ്ച് നടന്ന കാര്യമൊക്കെ നമ്മളിപ്പോഴും പറയാറുണ്ട്. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചു, നമുക്ക് ജീവകിരീടം കിട്ടാനായിട്ട്. കർത്താവ് ഇരുട്ടിലായിരുന്നു, നമ്മൾ വെളിച്ചത്തിലേക്ക് വരാനായിട്ട്. കർത്താവ് കഷ്ടത സഹിച്ചു, നമ്മൾ മഹത്വം പ്രാപിക്കാനായിട്ട്. കർത്താവ് വിവസ്ത്രനായി, നമുക്ക് കാന്തയുടെ വസ്ത്രവും പൗരോഹിത്യ വസ്ത്രവും സർവായുധവർഗമൊക്കെ നമുക്ക് ധരിക്കാനായിട്ട് കർത്താവിൻ്റെ വസ്ത്രം എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. ക്രൂസിൽ എല്ലാവരും എക്സ്ചേഞ്ച് ആയിരുന്നു. കർത്താവ് പിതാവിൽ നിന്ന് വേർപെട്ടു, നമുക്ക് പിതാവിനോടൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനായിട്ട്. കർത്താവ് നരകം അനുഭവിച്ചു, നമ്മൾ നിത്യമായിട്ടും സ്വർഗത്തിൻ്റെ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് കർത്താവ് നരകം അനുഭവിച്ചു. അപ്പം അങ്ങനെ പറയുന്നത് പോലെ കർത്താവ് ശാപമായി തീർന്നു, നമ്മൾ അനുഗ്രഹമാകേണ്ടതിന്. അപ്പം ആ എബ്രാഹിമിന് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു അന്ന്. എന്താ കണ്ടേ? ഉൽപ്പത്തി 12 ആദ്യത്തെ 3 വാക്യങ്ങളിൽ എന്താ എബ്രാഹിമിനോട് പറഞ്ഞത്? ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. അതിനെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. അത് പരിശുദ്ധാത്മാവിലൂടാണ് എബ്രാഹിമിൻ്റെ സന്തതികളായിട്ടുള്ള, എബ്രാഹിമിൻ്റെ ആത്മീയ സന്തതികളായിട്ടുള്ള നമുക്ക് വരുന്നത്. എബ്രാഹിമിൻ്റെ അക്ഷരിക സന്തതിയായുള്ള ഇസ്രായേൽ മക്കൾക്ക് അത് അവരെ ഭൗതികമായിട്ട് ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിനൊരു അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ പലരും അവരെ ഒരു തലവേദനയായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അവരൊത്തിരി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെയും ബാക്കി പല ആപ്ലിക്കേഷൻസിനെയൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളുമൊക്കെ യഹൂദന്മാരുടെ ബുദ്ധിയിൽ ദൈവം കൊടുത്ത ജ്ഞാനവും ബുദ്ധിയൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ അവർ ലോകത്തെല്ലായിടത്തും ഒരു അനുഗ്രഹമായിട്ട് മാറുന്നു. ശരിയാണ്, അവരെ കൊണ്ട് ബാക്കി പലർക്കും ഒരു തലവേദനയായിട്ട് അതിന് ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ എബ്രാഹിമിൻ്റെ ഫിസിക്കൽ റെസിഡൻസ് ആണ്, അല്ലെങ്കിൽ അക്ഷരികമായിട്ടുള്ള അവൻ്റെ എബ്രഹാമിൻ്റെ ഭൗമികമായ അനന്തരാവകാശികളാണ് എബ്രഹാമിൻ്റെ സന്തതിയായിട്ടുള്ള, ഇസഹാക്കിൻ്റെ സന്തതിയായിട്ടുള്ള യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിലുള്ള ആ 12 മക്കൾ, ആ ഗോത്രങ്ങളാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇസ്രയേൽ, യാക്കോബിൻ്റെ പുതിയ പേരാ ഇസ്രയേൽ. ആ ഇസ്രയേലാണ് ഇസ്രയേൽ രാഷ്ട്രം, ആ യാക്കോബിൻ്റെ സന്തതി പരമ്പര. അപ്പോൾ ഇന്ന് ആത്മീയമായിട്ട് എബ്രഹാമിൻ്റെ സന്തതികൾ ആരാന്ന് ചോദിച്ചാൽ സഭയാണ്. ഇന്ന് കർത്താവിൻ്റെ രക്ഷയാൽ എബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ജനിച്ച
യേശുവിലൂടെ യേശുവിൻ്റെ ആത്മീയ യേശുവിലൂടെ സ്വർഗീയ പിതാവിൻ്റെ സന്തതികളായിട്ട് തീർന്ന നമ്മളാണ് എബ്രഹാമിൻ്റെ സ്പിരിച്വൽ ഡിസെൻഡൻസ്. അപ്പം അതാ നമ്മളവിടെ ഗലാത്യർ 3:13 എന്താ നമ്മൾ വായിച്ചേ? ഗലാത്യർ 3:13 വായിച്ചോ? അവിടെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആവർത്തന പുസ്തകം 21:22 എടുത്ത് വായിച്ചു നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ആ വാക്യം കൂടെ എടുക്കാം. നമുക്ക് നമ്മൾ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും അത് എടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ പെട്ടെന്ന് റെഫറൻസ് എഴുതി വെക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ബൈബിൾ എടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരായതുകൊണ്ട് ഞാനും ആ ഭാഗ്യാവസ്ഥയിൽ തന്നെ തുടരാമല്ലോ. അപ്പം ആവർത്തന പുസ്തകം അവിടെ 21 അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം ഡിട്രോണമി, നമ്മൾ ബൈബിള് പിന്നെ പിന്നെ എടുത്ത് മറിക്കുകയും തുറക്കുകയും വചനങ്ങളൊക്കെ എടുത്ത് നമുക്കത് നമ്മൾ അറിയാവുന്ന വാക്യമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ടാണല്ലോ. ശരിയാണ്, നമ്മൾ അറിയാവുന്ന വാക്യമായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ മുമ്പേ കണ്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ ഓരോ തവണയും ബൈബിൾ സ്റ്റഡിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ വാക്യങ്ങൾ കഴിവതും എടുത്ത് നോക്കി അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വചനങ്ങൾ തന്നെ കൂടുതലൊരു ഹൃദയസ്ഥമാകാനും അത് കൂടുതലൊരു നാളെ നമുക്ക് വേറൊരാളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അത് എളുപ്പമായിരിക്കും. അപ്പോൾ അതാ ഡിട്രോണമി ആവർത്തന പുസ്തകം 22 വാക്യത്തിലെ ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിന്മേൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. അപ്പം കർത്താവ് ഒരു മരക്കുരിശിന്മേലാണ് കർത്താവ് മരിച്ചത്. അപ്പം അതുകൊണ്ടാണ് അന്ന് തന്നെ കർത്താവിൻ്റെ അപ്പം അത് അന്ന് തന്നെ അത് കുഴിച്ചിടണം എന്നൊക്കെയുള്ളൊരു ന്യായപ്രമാണത്തിൽ ആ കാര്യങ്ങൾ ആവർത്തന പുസ്തകം 21:23 പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അരമത്യ ജോസഫ് നിക്കോദമോസും ഒക്കെ ചെന്ന് പിലാത്തോസിനോട് പറഞ്ഞ് അന്ന് തന്നെ കർത്താവിൻ്റെ ഭൗതിക ശരീരം അവരെ കല്ലറയ്ക്കുള്ളിലാക്കാനായിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമ്മളവിടെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് കാണുമ്പോൾ ആ കാര്യങ്ങളൊക്കെ 19 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത് ബാക്കിയുള്ള സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെ തൂങ്ങി മരിച്ച ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. അപ്പം ആ ഒരു ശാപമാണ് ആര് എടുത്തത്? കർത്താവ് എനിക്കായിട്ട്, നമുക്ക് ഓരോരുത്തർക്കായിട്ട്. ശാപം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കല്ല, ഒരു സ്ട്രോങ് വേർഡാണ്. കർത്താവ് എനിക്കായിട്ട് ശാപമായി തീർന്നു. അപ്പം അതിൻ്റെ പ്രയോജനം ഇന്ന് എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിലൂടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുമ്പോഴാണ് കർത്താവ് ശാപമായി തീർന്നതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവുന്നുള്ളൂ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പ്രതിഫലമായിട്ട് എൻ്റെ ജീവിതം തീരട്ടെ എന്ന് മൊറേബിയൻ മിഷണറിമാർ തങ്ങളുടെ ആപ്തവാക്യമായിട്ട് that the slain lamb will have a reward, full reward. മൊറേവിയൻ മിഷണറിമാർ എന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മിഷണറിമാർ അവരുടെ ആപ്തവാക്യമായിട്ട് അവർ അങ്ങനെ എടുത്തതെന്നാണ് ചരിത്രം പറയുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് തങ്ങളുടെ ജീവിതം ഒരു പൂർണ്ണ പ്രതിഫലമായി തീരണം. കർത്താവിൻ്റെ ജീവിതം അറുക്കപ്പെട്ടു, അതിനൊരു പൂർണ്ണ പ്രതിഫലമായിട്ട് എൻ്റെ ജീവിതമായി തീരണമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കണം. കർത്താവ് ഇപ്പം നമുക്ക് 10 കോടിയുടെ സ്വത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ 100 രൂപ വിഡ്രോ ചെയ്തിട്ട് 100 രൂപയും കൊണ്ടാണ് കാര്യം കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അരിഷ്ടമായൊരു ജീവിതമായിരിക്കും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ദൈവം തന്നിട്ട് അപ്പം അനന്തരാവകാശമായിട്ട് തന്നിട്ട് നമ്മളതൊന്നും ഉപയോഗിക്കാതിരിക്കുവാണെങ്കിൽ അത്ര ഒരു ഭൗതികമായിട്ട് ചിന്തിച്ചാൽ അത് എത്ര മണ്ടത്തരമാണ് എന്ന് പറയുന്നത് പോലെ ആത്മീയമായിട്ട് ദൈവം അത്ര വലിയൊരു ആത്മീയ സമ്പത്ത്, അതായത് നമ്മളെല്ലാവർക്കും എബ്രഹാമിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ, അതാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിലൂടാണ്, വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിലൂടാണ് ഈ എബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എബ്രഹാമിനോട് പറഞ്ഞത് ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു, ഈവൻ അക്ഷരമായിട്ട് കണ്ടുമുട്ടുന്നതാവട്ടെ, ഇനിയിപ്പം വേർച്വലായിട്ട്, ഇനിയിപ്പം വെർച്വലായിട്ട് പറയുമ്പം യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമുട്ടുന്നവരോ പോലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം. നമ്മൾ ആരോടൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നു അവർക്കൊക്കെ നമ്മളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുന്നത് ഞാനത് ക്ലെയിം ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ സാധിക്കത്തുള്ളൂ എന്ന് അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നത്. ഞാനിത് എന്താ പറഞ്ഞു വരുന്നത്, ഈ ശാപത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ എന്താ വന്നേ വെച്ചാൽ, ആ ശാപം എല്ലാം
അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അത് എൻ്റെ നീക്കം വരുത്തൽ എവിടെ ഉണ്ടാകുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമി, അവിടെ വെളിപാട് 22:3 ഇപ്പം നമ്മൾ ഇനിയൊരു ശാപം ഉണ്ടായിരിക്കില്ലെന്ന് വായിക്കുമ്പം അതിനൊരു മുൻരുചിയാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ അനുഭവിക്കുന്നത്. അത് അതിൻ്റെ സാർവത്രികമായ ഒരു അതിൻ്റെ സാഫല്യം, അതിൻ്റെ അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻ്റ് എല്ലാം ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലും ആയിരിക്കും. എന്നാൽ ആ ശാപത്തിൻ്റെ, ആദാമിന് കൊടുത്തൊരു ശാപത്തിൻ്റെ ഒരു ഭാഗമാണ് മരണം. ഇന്ന് വിശ്വാസികൾ ഏറ്റവും വിശുദ്ധരായ വിശ്വാസികളും മരിക്കുന്നു. അപ്പം ഇപ്പം നമുക്ക് ഉള്ള വിയർപ്പോ അല്ലെങ്കിൽ അസുഖങ്ങളോ എല്ലാം ഒരു ശാപത്തിൻ്റെ ചെറിയ ചെറിയ ഫലങ്ങളാണ്. അതൊക്കെ നമ്മൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ശാപം പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നത് എന്നായിരിക്കും? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഒരു പരിധി വരെ, പിന്നെ സഹസ്രാബ്ദ വാഴ്ചയിലൊക്കെ ഒരു പരിധി വരെ, പിന്നെ അതും കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിലായിരിക്കും അത് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നത്. അതാണ് നമ്മളിപ്പം വെളിപാട് 22:3 ഇപ്പം എന്താ നമ്മളിപ്പം വായിച്ച് നിർത്തി, അവിടുന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേ. എന്താ വെളിപാട് 22:3 യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. ദർ വിൽ നോ ലോങ്ങർ ബി എനി കേഴ്സ് എന്ന അതിൻ്റെ മുൻരുചി ഇന്ന് നമുക്ക് അനുഭവിക്കാം. നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്താ നമുക്ക് 3 പാർട്സ് ഉണ്ട്. എന്താ? സ്പിരിറ്റ്, സോൾ, ബോഡി. എവിടെ പറയുന്നത്? 1 തെസ്സലോനിയർ 5:23 വാക്യം. എന്താ പറയുന്നത്? ആത്മാവ്, ദേഹി അല്ലെങ്കിൽ പ്രാണൻ, പിന്നെ ദേഹം. അപ്പം നമ്മളെ രക്ഷിച്ചപ്പോൾ നമ്മളെ ആത്മാവിലെ ശാപം മാറി. ദേഹത്തിൻ്റെ ശാപം, നമ്മളിപ്പോൾ ഒരു ശാപഗ്രസ്തമായ ഒരു ശരീരം ഉള്ളത് കൊണ്ട് നമുക്ക് വേദനിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതോ, ഈ ദേഹത്തിന് പരിമിതികളുള്ള ദേഹമൊക്കെ, ആ ദേഹത്തിൻ്റെ ശാപം എപ്പോഴാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും മാറുന്നത്. എന്നാൽ ഈ ദേഹിയുടെ ശാപം മാറിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമ്മളെ പരിശുദ്ധാത്മാവിന് നമ്മളുടെ ജീവിതത്തെ ഏതൊരളവിൽ സമർപ്പിക്കുന്നു ആ ഒരളവിൽ ദേഹിയുടെ ശാപം അത് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ പാപത്തിൻ്റെ മേലെ നമുക്കൊരു ജയവും കർത്താവിനെ പോലെ നമ്മൾ അനുരൂപപ്പെടുകയും നമ്മളുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് കൂടുതലായിട്ട് പൂർവാധികം വിധേയത്വത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുമ്പം ദേഹിയുടെ ശാപവും മാറി. ദേഹിയുടെ ശാപം മാറുന്നതിനനുസരിച്ചാണ് എന്താ നമ്മളൊരു അനുഗ്രഹം, ആ ഒരു പ്രൊപ്പോർഷനാണ് നമ്മളൊരു അനുഗ്രഹമാണ്. ആത്മാവിൻ്റെ ശാപം മാറി, ദേഹത്തിൻ്റെ ശാപം ഇനി മാറും. എന്നാൽ ദേഹിയുടെ ശാപം മാറുന്നതിനനുസരിച്ചാണ് നമ്മളൊരു അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ എത്രയധികം കർത്താവിൻ്റെ ഹിതത്തിന് അനുസൃതമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നു, അതിനനുസരിച്ച് നമ്മളൊരു അനുഗ്രഹമായിരിക്കും. നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ എപ്പോഴും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അനുഗ്രഹം. നമ്മളെന്താ, ശരിയാണ്, നമ്മൾ വചനം പറയേണ്ട സമയത്ത് വചനം പറയണം. എന്നാൽ ബാക്കി സമയത്ത് നമ്മൾ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യാനും കർത്താവ് ഒരു അനുഗ്രഹമായിരുന്നു. കർത്താവ് 30 വയസ്സ് വരെ നസ്രയത്തിലൊരു തച്ചൻ്റെ മകനായിട്ടും പിന്നീട് തച്ചനായിട്ടും ഒക്കെ കർത്താവായിരുന്നു. കർത്താവ് ഒരു അനുഗ്രഹമായിരുന്നു. കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്ക് കർത്താവിന് 4 അനിയന്മാരും അറ്റ്ലീസ്റ്റ് 2 അനിയത്തിമാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മർക്കോസ് 6:3 നമ്മൾ വായിക്കുന്നത്. അവർക്കെല്ലാം കർത്താവ് ഒരു അനുഗ്രഹമായിരുന്നു. അവർ കർത്താവിനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യാനോ അവരെ കർത്താവിൽ വിശ്വസിച്ചില്ല എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അവർ കർത്താവിനെ വിശ്വസിച്ചില്ല, അവർ കർത്താവിനെ കളിയാക്കാനൊക്കെ നോക്കി. പക്ഷേ കർത്താവ് അവർക്ക് അനുഗ്രഹമായിരുന്നു. കർത്താവ് തൻ്റെ അപ്പനമ്മമാർക്കൊരു അനുഗ്രഹമായിരുന്നു. അവർക്ക് എല്ലാം പ്രായോഗിക കാര്യങ്ങളിലെല്ലാം കർത്താവ് ഒരു ഹെൽപ്പായിരിക്കാനും, ഒരു നല്ല വാക്ക് പറയാനും, ഒരു ഉത്സാഹം കൊടുക്കാനും, ഒരു ജ്ഞാനത്തിൻ്റെ വാക്ക് പറയാനും, ഓരോ സമയത്തും പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു ഹെൽപ്പ് കൊടുക്കാനും, ബാക്കിയുള്ളവർക്കെല്ലാം ഒരു കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഒരു ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ. എന്നാൽ ചിലപ്പോൾ ഓഫ്കോഴ്സ് കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ പോലും ചില സമയത്തിൽ കാർക്കശ്യമായിട്ട് മൂത്ത മകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ കർത്താവ് തിരുത്തി കാണും. അല്ലെങ്കിൽ കർത്താവിൻ്റെ കാർപ്പൻട്രി ഷോപ്പ് കർത്താവ് തച്ചനായിരുന്ന സമയത്ത് കർത്താവിൻ്റെ ക്ലയൻസായിട്ട് വരുന്നവരോടൊക്കെ കർത്താവിൻ്റെ ആ ജീവൻ്റെ വാക്കുകൾ, ജീവൻ്റെ ലാവണ്യ വാക്കുകൾ എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നേ? ലൂക്കോസ് 4:22 വായിക്കുന്നുണ്ട്. ഗ്രീഷ്യസ് വേർഡ്സ്, കൃപ നിറഞ്ഞ വാക്കുകൾ എന്ന് അതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വേണ്ടേ. ഗ്രീഷ്യസ് വേർഡ്സ്, കാരിസ് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞ വാക്കുകൾ, കാരിസ് എന്ന് പറഞ്ഞാൽ ഗ്രേസ്, വേർഡ്സ് ഓഫ് ഗ്രേസ് എന്നാണ് അവിടെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. കൃപ ഉള്ള വാക്കുകൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള വാക്കുകളായിരുന്നു കർത്താവിൻ്റെ വായിൽ നിന്ന് എപ്പോഴും പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ വാക്കുകളിലൂടെ നമ്മളൊരു അനുഗ്രഹമാണോ, അതോ നമ്മൾ ബാക്കിയുള്ളവരെ മുറിപ്പെടുത്തുന്ന, ബാക്കിയുള്ളവരെ കൊച്ചാക്കുന്ന, ബാക്കിയുള്ളവർക്കൊരു ഭാരം തോന്നിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മൾ പറയുന്നത്? ശരിയാണ്, ചില സമയത്ത് നമ്മൾ ആത്മാവിൽ കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ
അതോ അത് ജഡത്തിന്റെ ഒരു ഇറിറ്റേഷനിൽ നമ്മൾ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയുള്ള വാക്കുകളും ഈ നമ്മളവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ആ വാക്യം നമ്മൾ ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ടല്ലോ. ഇയ്യോബ് പറയുന്നത് എന്താ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. താന് മറ്റുള്ളവർക്കൊരു ഭാരമായി പോകരുത് എന്നുള്ള രീതിയിൽ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു ഭാരമാകരുതെന്ന് ഇയ്യോബ് 30-ാം അധ്യായത്തിന്റെ ആ, 30-ാം അധ്യായത്തില് 30-ലല്ല 33-ന്റെ 7-ാമത്തെ വാക്യം നമ്മൾ ഇതിനുമ്പം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വാക്യം എന്താ? യോബ് 33-ന്റെ 7 എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എൻ്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയില്ല. ബിഹോൾഡ് നോ ഫിയർ ഓഫ് മീ ഷുഡ് ടെറിഫൈ യു, നോ ഷുഡ് മൈ പ്രഷർ വേ ഹെവിലി ഓൺ യു. നമ്മളുടെ ആ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു പ്രഷറും ഒരു സമ്മർദ്ദവും മറ്റുള്ളവരെ അങ്ങ് ഞെരുക്കി കളയുന്ന അതുപോലാണോ? അതോ മറ്റുള്ളവർക്ക് ഇങ്ങനെ കർത്താവിൻ്റെ അടുക്ക് പാപികൾക്കും ചുങ്കക്കാർക്കും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് വന്ന് കർത്താവിൻ്റെ അടുത്ത് ഞെരുങ്ങി ചേർന്നിരുന്ന് കർത്താവിനോട് സംസാരിക്കാനും കർത്താവിന് കേൾക്കാനും ഒക്കെ സാധിച്ചത്? ഈ കെയിം നിയർ ഹിം എന്ന് നമ്മളവിടെ പാപികളും ചുങ്കക്കാരും ഒക്കെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കേട്ടു ഇന്ന് ലൂക്കോസ് 15-ന്റെ 1-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും എടുത്ത് കണ്ടിട്ടുണ്ട്. ആ ഒരു കർത്താവിൻ്റെ സൗരഭ്യവാസന അതുപോലായിരുന്നു. ആ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ എത്ര പാപി ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം ഭർത്താവല്ലാത്ത ഒരാളുമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ, ശമരിയ സ്ത്രീ, അവൾക്ക് പോലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു എംബാരസ്മെന്റ് ഉണ്ടാകാതെ, അവളെ ഒരു പരിങ്ങലിലാക്കാതെ കർത്താവ് എന്താ അവളുടെ പാസ്റ്റിനെ കുറിച്ച് കർത്താവ് വന്ന കാര്യങ്ങളെ പറയുമ്പോഴത്തേക്ക് അവളങ്ങ് പെട്ടെന്ന് വിഷയം മാറ്റി ആരാധനയുടെ കാര്യമൊക്കെ പറയുന്നു. യോഹന്നാൻ 4-ാം അധ്യായത്തിലെ രസകരമായ സംഭവം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് 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 ആരാധനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്താ അവിടെ അവളുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ കർത്താവ് ശരിയായി അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ എനിക്ക് ഭർത്താവില്ലെന്ന് പറയുമ്പോൾ, നീ പറഞ്ഞ ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം ഭർത്താവല്ലാത്ത ഒരാളോട്ട് കഴിയുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരാധനയുടെ കാര്യത്തിലേക്ക് ടോപ്പിക് അങ്ങ് മാറ്റുന്നു. എന്താ പുള്ളിക്കാരത്തേക്ക് അയ്യോ അത് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടോപ്പിക്ക് മാറ്റുമ്പം കർത്താവ് പിന്നെ അല്ലല്ല, നമുക്ക് ആരാധനയല്ല, ഇപ്പം നമുക്ക് ആദ്യം ഇത് തീർത്തിട്ട് ഇക്കാര്യത്തിലൊരു സൊല്യൂഷൻ ഉണ്ടായിട്ട് നമുക്ക് പിന്നെ ആരാധനയിലോട്ട് പോകാം എന്ന് കർത്താവ് പറഞ്ഞില്ല. മറിച്ച് കർത്താവ് എന്താ നിനക്ക് ആരാധനയെക്കുറിച്ചാണ് പറയേണ്ടത്. ശരിയാണ്, അവളുടെ ഹൃദയത്തിലൊരു ആരാധനയെക്കുറിച്ചുള്ളൊരു യഹൂദന്മാരുടെ ആരാധനയും ശമരിയക്കാരുടെ ആരാധനയെക്കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രവാചകൻ പറഞ്ഞ് അവൾ ചോദിച്ചു. പക്ഷെ എങ്കിലും അവൾ ചോദിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ സാങ്ക്ലൂർ എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളത് പോലെ പെട്ടെന്ന് ആ ഒരു തനിക്ക് വല്ലാത്ത കുഴച്ചിലുണ്ടാക്കുന്ന ഒരു ടോപ്പിക്കിലൂടെ കർത്താവ് വരുന്നു പറഞ്ഞ് പെട്ടെന്ന് അവൾ ടോപ്പിക്ക് മാറ്റുമ്പം കർത്താവ് അവളെ കൂടുതൽ കൊച്ചാക്കാൻ വേണ്ടി എന്തെങ്കിലും നീ അല്ല, ഇതിങ്ങനെയാണ്, അവരുടെ പേരിങ്ങനെയാണ്, ഇവരുടെ അഡ്രസ്സ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് അതൊന്നും ചെയ്യാൻ പോകാതെ കർത്താവും ആരാധനയുടെ കാര്യം, അങ്ങനെ ആരാധനയുടെ ഏറ്റവും ആഴത്തിലുള്ള വാക്യങ്ങൾ ഈ ശമരിയ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ യോഹന്നാൻ 4-ന്റെ 23-24 വാക്യങ്ങളിൽ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അതായിരുന്നു കർത്താവിൻ്റെ സൗരഭ്യം. കർത്താവ് ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളിപ്പം ഒരു കടയിൽ ചെല്ലുന്നു, ബാക്കി നമ്മുടെ യാത്രയിലായിരിക്കുന്നു, ബാക്കി പല കാര്യങ്ങളിലുമൊക്കെ എല്ലായിടത്തും ഒത്തിരി അക്ഷമയും എന്താ കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടിയത്ത് പോയിട്ട് വരണമല്ലോ, കൊട്ടിയത്ത് പോയിട്ട് വരുന്ന വഴിയില്ല, എന്താ വരുന്ന വഴിയിൽ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് നമ്മളെ ഇങ്ങനെ കോർണറിലോട്ട് ആക്കി ഒരു ബസ്സാണ്, പ്രൈവറ്റ് ബസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപം തോന്നി. അത് കഴിഞ്ഞിട്ട് എന്തിനാ അവരങ്ങനെ ചെയ്തത്? അപ്പൊ നമ്മളെന്തെങ്കിലും വഴി കൊടുക്കാ മനപ്പുറം വഴി കൊടുക്കാതിരുന്നല്ലേ, ഇനിയിപ്പം അവർ കൂടുതൽ ഹോൺ അടിച്ചു എന്താന്ന് ഓർക്കുന്നില്ല, നമ്മൾ അങ്ങനെ ഓടിച്ച് പോവുകയാണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് അവിടെ പ്രൈവറ്റ് ബസ് അവിടെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. അപ്പം ഞാനത് ക്രോസ് ചെയ്ത് പോകണമായിരുന്നു. ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇനോ ബാക്കി കാറുകാരൊക്കെ ആണെങ്കിൽ എന്താ ഗ്ലാസ് താഴ്ത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നതൊക്കെ സാധാരണ റോഡിലൊക്കെ ഉള്ള ഓരോ കസർത്തുകളായിട്ടൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ വളരെ സന്തോഷത്തോടെ അവരൊന്ന് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് ചിരിച്ചാൽ അവിടെ കാണത്തില്ലായിരിക്കും അവരുടെ ക്യാബില്ല. പക്ഷേ എങ്കിലും ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി ഒരു പുഞ്ചിരിയോടെ നമ്മളങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊന്നും വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ പക്ഷേ ലോകത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പകരം വീട്ടണം, എന്തെങ്കിലും ഒരു പകരം ചോദിക്കണോ, അതോ ഇത് റിവഞ്ച്, ദേഷ്യം, ബഹളം. പക്ഷേ നമ്മളുടെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളൊരു പാമ്പല്ല പുഴുവാണ് എന്നുള്ള കാര്യം നമ്മളെ
പറഞ്ഞിട്ടുള്ളത് പോലെ ആ ക്രൂശില് കർത്താവ് ഒരു പുഴുവിനെ പോലായിരുന്നു. നമ്മൾ ആ സങ്കീർത്തനം 22:6 നമ്മൾ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. ഐ എം ബട്ട് എ വേം, ഞാനൊരു കൃമിയാണ്, ഞാനൊരു പുഴുവാണെന്ന് പറയുന്നത്. പാമ്പാകുമ്പോൾ തിരിച്ചു കൊത്തും. കൃമി എന്ന് പറയുമ്പോൾ അങ്ങ് ചുരുണ്ട് കൂടും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആ ഒരു സ്വയത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം പെട്ടെന്ന് വരാനാണ് നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി. പക്ഷെ നമ്മളവിടെ സ്വയത്തിൽ നിന്ന് പ്രതികരിക്കാതെ നമ്മൾ ആത്മാവിൽ നിന്ന് വളരെ സൗമ്യതയോടെ സന്തോഷത്തോടെ ആ ഒരു കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ അങ്ങനെ നമുക്ക് നമ്മളൊരു അനുഗ്രഹം ആവാൻ വേണ്ടി നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് മാർത്തെ പോലെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യമല്ല. മറിച്ച് മറിയത്തെ പോലെ കർത്താവിൻ്റെ കാൽക്കിലിരുന്ന് കർത്താവ് നമ്മളോട് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പ്രായോഗികമായിട്ട് പല കാര്യങ്ങളിലുമൊക്കെ ഒരു ജ്ഞാനത്തിൻ്റെ വാക്ക് പറയാനോ ഒരു ഉത്സാഹത്തിൻ്റെ വാക്ക് പറയാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രായോഗികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനോ ദൈവം തരുന്ന ഫ്രീഡം അനുസരിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ എന്തെങ്കിലുമൊക്കെ കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ അങ്ങനെ അനുഗ്രഹമാകുന്ന ഒരു കാര്യം. അപ്പം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എവിടെ നമ്മൾ ഗലാത്യർ ആ 3:13 വായിച്ചു. അതിന് 3:14 എന്താ വായിക്കുന്നത്? ഇൻ ഓർഡർ ദാറ്റ് അതെ എബ്രാഹിമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിക്കുവാൻ തന്നെ. ആ ആത്മാവെന്ന അതിൻ്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷനിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ, ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിലൂടെയാണ് ഈ എബ്രാഹിമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരുന്നത്. ജാതികളായിട്ടുള്ള നമുക്ക് എബ്രഹാമിന്റെ അനുഗ്രഹം എങ്ങനെയാ വരുന്നേ? എബ്രഹാമിന്റെ സന്തതിയായ ആ യേശുവിൻ്റെ അതേ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് തന്നെ എന്നിലേക്ക് വന്ന് നിറയുമ്പോൾ എനിക്കും ആ എബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും ഞാനൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ആ ജീവജല നദി പോകുന്നിടത്തൊക്കെയും അത് ജീവനുണ്ടാക്കും. പക്ഷേ ചിലർക്കത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കായിരിക്കും. ചില ചതുപ്പ് നിലങ്ങളെ കുറിച്ചൊക്കെ നമ്മളവിടെ വായിച്ചു. മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന എന്ന് പറഞ്ഞാൽ സത്യം ഇഷ്ടപ്പെടാത്തവർക്ക് അതൊരു പരീക്ഷന്മാർക്ക് അതൊരു കൂടുതലൊരു ശിക്ഷാവിധിക്ക് കാരണമായിരുന്നു. ചില സത്യത്തെ എതിർത്ത് നിൽക്കുന്നവർക്ക് അത് കൂടുതലൊരു പ്രയാസത്തിന് കാരണമാകും. എന്ന് കർത്താവിൻ്റെ ജീവിതം എത്ര ഒരു അനുഗ്രഹമായിട്ടൊരു സൗരഭ്യവാസനയായിട്ടായിരുന്നു. നമ്മുടെ ഏതൊരളവിൽ ശാപമായിരുന്നു ആ ഒരളവിൽ ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ള വാക്യം നമ്മൾ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടായിരുന്നു. സെഖര്യാവ് 8:13 വാക്യമാണ്. ഒന്നുകൂടെ ഞാനൊന്ന് എടുത്ത് വായിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് വായിക്കുന്നുണ്ടായിരുന്നു. സെഖര്യാവ് 8-ാം അധ്യായത്തിന്റെ 13 വാക്യം. സെഖര്യാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ നിയമ പുസ്തകത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ബുക്ക് അല്ലേ, മലാഖി ഏറ്റവും അവസാനത്തെ പുസ്തകത്തിന് തൊട്ട് മുമ്പേ സെഖര്യാവിന്റെ പുസ്തകം 8:13 അവിടെ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കഴിഞ്ഞ ദിവസം ജുവേർ എടുത്ത് പറഞ്ഞല്ലോ. 8:13 യഹൂദ ഗൃഹവും ഇസ്രായേൽ ഗൃഹവുമായുള്ളവരെ, ഇസ്രായേൽ യഹൂദിയും ഇസ്രായേലുമായിട്ട് നോർത്തേൺ ആൻഡ് സദേൺ കിങ്ഡംസ് ആയിട്ട് വടക്ക് തെക്ക് രാജ്യങ്ങളായിട്ട് യഹൂദ യഹൂദയും ഇസ്രായേൽ ഗൃഹമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ, ജസ്റ്റ് ആസ് യു വർ എ കേഴ്സ്, അതാ just as you were a curse among the nations, so I will save you and that you might become blessing. നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. ആ രക്ഷയുടെ പ്രൊപ്പോർഷനിലാണ് അനുഗ്രഹം. നമ്മൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹം രക്ഷിക്കപ്പെടും. എന്താ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേഹി, നമ്മുടെ സോൾ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ശാപം. ആത്മാവിന്റെ ശാപം മാറി ദേഹത്തിന്റെ ശാപം മാറും, ദേഹിയുടെ ശാപം മാറിക്കൊണ്ടേയിരിക്കുക. അപ്പം ഈ ദേഹി രക്ഷിക്കപ്പെടുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അധീനതയിലേക്ക് എത്രയധികം എൻ്റെ ദേഹി, എൻ്റെ സോൾ, അതാ കർത്താവ് പറയുന്നേ, എന്താ നിങ്ങളും സ്വന്തം ജീവനെ കളഞ്ഞാൽ അത് നേടും എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ കളയുന്നതിനനുസരിച്ച് നിത്യജീവനെ നേടും എന്ന് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് പറയാം. പക്ഷെ എങ്കിലും അതിൻ്റെ ഒരു ആക്ഷരികമായിട്ടുള്ളൊരു മീനിങ് എടുക്കുകയാണെങ്കിൽ രണ്ടിനും കർത്താവ് ഒരു സോൾ, സുഖേ അല്ലെങ്കിൽ സൈക്കി അല്ലെങ്കിൽ സുഖേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സുഖേ എന്നുള്ള വാക്കിന് സ്വന്തം ജീവൻ, സ്വയജീവൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്, സോൾ ലൈഫ് എന്നുള്ളൊരു അർത്ഥമുണ്ട്, സോൾ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പം നമ്മൾ സോൾ ലൈഫ്, അതായത് സെൽഫ് ലൈഫ്, നമ്മുടെ സ്വന്തം ഇഷ്ടം, നമുക്കിപ്പം കോപിക്കാനും ദേഷ്യപ്പെടാനും ആകുലപ്പെടാനും ദേഷ്യപ്പെടാനും പരാതിയും പെറുവെറുപ്പും ക്ഷമിക്കാതിരിക്കാനും അസൂയയും ഈർഷ്യയും പിണക്കവും ശണ്ടയും പ്രശ്നവും ഒക്കെ ആയിട്ട്, അതാ സെൽഫ് ലൈഫ്, നമ്മുടെ സ്വയജീവൻ. അപ്പം ആ സ്വയജീവനെ നമ്മളങ്ങ് കളയുമ്പോൾ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പാകെ ആ സുഗന്ധവ്യഞ്ജന ഭരണി അങ്ങ് പൊട്ടിച്ചൊഴുക്കുന്ന പോലെ ഒഴുക്കുമ്പോൾ എന്താ സോള് നമ്മൾ നേടും, ആ ദേഹിയെ നമ്മൾ നേടുക ചെയ്യുന്നത്. വെച്ചാൽ സോൾ ലൈഫ് കളയുമ്പോൾ സോള് രക്ഷിക്കപ്പെടും. സോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ദേഹി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ
തോട്ട്, ഇമോഷൻ, ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ തോട്ട്, ഇമോഷൻ, ഡിസിഷൻസ്, അതെല്ലാം അടങ്ങുന്ന നമ്മളുടെ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡും നമ്മുടെ ചിന്തകളും. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, നമ്മുടെ ഇച്ഛാശക്തി, അതെല്ലാം അടങ്ങുന്ന നമ്മുടെ ദേഹി ഈ നമ്മൾ നേടുക നിത്യതയ്ക്കായിട്ട്. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 12 അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. യു വിൽ കീപ് ഇറ്റ് ടു ദ ലൈഫ് ഇറ്റേണൽ എന്ന് വായിക്കുന്നുണ്ട്. അതിൻ്റെ യോഹന്നാൻ 12:24 ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന വാക്യം എന്താ? യോഹന്നാൻ 12:24 ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നതിനെ കുറിച്ച് പറയുന്നേ. അതിൻ്റെ തൊട്ട് താഴെ 25-ാമത്തെ വാക്യത്തിൽ തൻ്റെ ജീവനെ, അതായത് തൻ്റെ സ്വയജീവനെ സ്നേഹിക്കുന്നവൻ, തൻ്റെ ജീവനെ എന്ന് പറയുമ്പോൾ തൻ്റെ പ്രാണനെന്നോ ആണ്, അല്ലെങ്കിൽ സ്വന്തം ജീവനെ എന്നാണ് അതിൻ്റെ സുഖേ എന്നുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. സൈക്കി അല്ലെങ്കിൽ സുഖേ എന്നാണ് എൻ്റെ PSYCHE, സൈക്കി എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷേ സുഖേ എന്നാണ് എൻ്റെ സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ പ്രൊനൗൺസിയേഷൻ ഒക്കെ കൊടുത്തേക്കുന്നത്. ആ ഗ്രീക്ക് വാക്ക് അവിടെ പരിശുദ്ധാത്മ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്വന്തം ജീവൻ, സോൾ ലൈഫ്, സെൽഫ് ലൈഫ്, സ്വയജീവൻ എന്നൊക്കെ പരിഭാഷപ്പെടുത്താം. നമ്മുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം പ്രാണൻ, ആ സ്വന്തം ജീവനെ, അത് നമ്മൾ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ തൻ്റെ ജീവനെ, സ്വന്തം ഇഷ്ടത്തെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞാൽ, ഈ നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടെ ആ സെൽഫ് ലൈഫ് നമ്മൾ ക്ലിങ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ദേഹി ഇറ്റേണലായിട്ട് ആ ഒരു അളവിൽ ലോസ്റ്റ് ആയി പോകും. എന്നുവെച്ചാൽ ഇറ്റേണലായിട്ടുള്ള ദേഹിയുടെ സാൽവേഷൻ നടക്കുന്നില്ല. പക്ഷേ ഇഹലോകത്തിൽ തൻ്റെ ആ സ്വന്തം ജീവനെ, സ്വന്തം ഇഷ്ടത്തെ പകയ്ക്കുന്നവൻ, കഥ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, എൻ്റെ ഇഷ്ടം ഞാനങ്ങ് പകയ്ക്കുന്നു, അതിനെന്ന് പറയുമ്പോൾ ഈ സോളിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഈ ദേഹി ദൈവത്തിൻ്റെ നിത്യജീവൻ, ദൈവത്തിൻ്റെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിനെ അറിയുന്ന ദൈവത്തിൻ്റെ ജീവൻ, അതിനായിട്ട് ഈ ദേഹി ആ നിത്യജീവൻ്റെ അധീനതയിൽ, നിത്യജീവൻ്റെ നിയന്ത്രണത്തിൽ മറ്റുള്ള അനേകർക്ക് അതിന് അനുഗ്രഹം, ആ ദേഹിയെ നമ്മൾ നേടും. അതായത് അവർ സോൾ വിൽ ബി സേവ്ഡ്, നമ്മുടെ സ്പിരിറ്റ് സേവ്ഡ് ആയി, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹം രക്ഷിക്കപ്പെടും. എന്ന ആ സോളിനെ നമ്മൾ എപ്പോഴാണ് നേടുന്നതെന്ന് ചോദിച്ചാൽ, സോൾ ലൈഫിനെ കളയുമ്പോൾ, സ്വന്തം ജീവനെ, സോൾ ലൈഫിനെ കളയുമ്പോൾ സോളിനെ നേടും എന്ന ഈ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ കളയുമ്പോൾ നമ്മളെ ദേഹി ആ ഒരു അനുവാദികമായിട്ട് രക്ഷിക്കപ്പെടുന്നു. ആ ദേഹിയുടെ രക്ഷയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഇത്രയധികം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് പറയുന്നത്. ആ ഒരു ദേഹിയുടെ രക്ഷ എന്നുള്ള വാക്കൊക്കെ നമ്മൾ വീണ്ടും പലയിടത്തും നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ടു ദ സേവിങ് ഓഫ് ദ സോൾസ് എന്ന് നമ്മൾ സാൽവേഷൻ ഓഫ് യുവർ സോൾസ് എന്നൊക്കെ 1 പത്രോസ് 1:9 വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1:9 ഇവിടെ എന്താ വായിക്കുന്നത്? ദ ഔട്ട്കം ഒബ്റ്റെയിനിങ് ആസ് ഔട്ട്കം ഓഫ് യുവർ ഫെയ്ത്ത് ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. ആ ഒരു ദേഹിയുടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസാന്തമായ ആത്മരക്ഷ പ്രാപിക്കുക എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന പ്രാണരക്ഷ, ദേഹിയുടെ സാൽവേഷൻ അവിടെ അക്ഷരികമായിട്ടുള്ള ട്രാൻസ്ലേഷൻ വേണ്ടത്. പിന്നെ എബ്രായർ 10-ാം അധ്യായത്തിൽ നമ്മൾ ആ ഒരു ദേഹിയുടെ രക്ഷ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിസേർവിങ് ഓഫ് ദ സോൾ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോള് പ്രിസേർവ് ചെയ്ത് വെക്കാനാണെന്ന് ചോദിച്ചാൽ, സോൾ ലൈഫ് കളയണം, എന്നാൽ സോള് ബ്ലെയിംലെസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവും ദേഹവും അനിന്യമായിട്ട് കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് 1 തെസ്സലോനിയർ 5:23 നമ്മൾ വായിക്കുന്നത്. ഇവിടെ അത് എബ്രായർ 10:39 വാക്യം വായിക്കുവാണെങ്കിൽ, നാശത്തെങ്കിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാക്കുന്നത്. ആ ജീവരക്ഷ എന്ന് പറയുന്നത് പ്രിസർവിങ് ഓഫ് ദ സോൾ. അങ്ങനെ നമ്മളുടെ സോള് ഈ സ്വയജീവന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ അധീനതയിൽ അത് നിത്യമായിട്ട് നശിച്ചു പോകാനല്ല, മറിച്ച് അത് 100% 100 ഫലം കായ്ക്കണം. സോള് സോള് ഒരു 70% നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മളുടെ ദേഹിയെ ഉപയോഗിക്കുന്നു. ബാക്കി ഒരു 30% അപ്പോൾ നമുക്ക് 30 വിളവേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു 40% നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നു, എന്നാൽ 60% ഒക്കെ ഈ ദേഹി രക്ഷിക്കപ്പെട്ടു. അപ്പോൾ 60 വിളവ്, അത് 30 60 എന്നാൽ 100% കർത്താവേ, എൻ്റെ ദേഹം, നമ്മളാരും പൂർണ്ണരല്ല എങ്കിലും ഏതൊരു പരാജയത്തിലും നമ്മൾ ന്യായീകരിക്കാതെ നമ്മളിതിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, എന്തൊരു വീഴ്ച താഴ്ച വന്നാലും ഞാൻ പൂർണ്ണമായിട്ടും അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ, അവിടെ നമ്മളുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ വികാരങ്ങളും നമ്മളുടെ തീരുമാനങ്ങളും ഒക്കെ
അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക്, നിത്യജീവന നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ദേഹിയുടെ രക്ഷ നടക്കുക. അപ്പം അതാ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങളൊരു അനുഗ്രഹമായി തീരുമെന്ന് നമ്മൾ സെഖരിയാ വീട്ടിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ശാപം, നമ്മുടെ ദേഹിയിലെ ശാപവും നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിത യാനം അല്ലെങ്കിൽ ജീവിതയാത്രയിലാണ് നമ്മളുള്ളത് എന്ന് അതിൻ്റെ പാരമ്യമാണ് നമ്മളിപ്പം എവിടെ വായിച്ചത്? വെളിപാട് പുസ്തകം 21-22 മൂന്നാമത്തെ വാക്കിൽ യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. അത് കഴിഞ്ഞിട്ടാ പിന്നെന്താ വായിക്കുന്നത്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലാംബ് വിൽ ബി ഇൻ ഇറ്റ്. അതാ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനമാണ് നമ്മൾ അതിൻ്റെ 22-ാമത്തെ വാക്യം 22-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിച്ച വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് പോലെ ശുഭ്രമായ ജീവജല നദി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനം വീണ്ടും അത് എടുത്തു പറഞ്ഞിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനം, നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ഞാൻ തന്നെയാണോ ഇരിക്കുന്നത്, അതോ ദൈവവും കുഞ്ഞാടും ആണോ എന്ന് നമുക്ക് വീണ്ടും ചോദിക്കാനുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ ദാസന്മാർ എന്നുള്ള വാക്കിൻ്റെ ഡൂളോസ്, ഡിയോ എന്ന് പറഞ്ഞാൽ ടു ബൈൻഡ്, കെട്ടുക. ഡൂളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവർ, അടിമദാസന്മാർ എന്ന് വേണം കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അവൻ്റെ അടിമദാസന്മാർ, കർത്താവിൻ്റെ അടിമദാസന്മാരാണ് കർത്താവിനെ ആരാധിക്കുന്നത്. ഇംഗ്ലീഷിൽ ഹിസ് ബോൺ സെർവൻസ് വിൽ സെർവ് ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശുശ്രൂഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരാധിക്കുന്ന മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ ശുശ്രൂഷിക്കും എന്ന് പറയുന്നത്. ഇത് ഏതാ കറക്റ്റ്? നമ്മുടെ ഗ്രീക്കിലേക്ക് പോയാൽ ഈ രണ്ട് അർത്ഥവും കൂടെ വരുന്നൊരു ലാത്രൂ എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാത്രൂ എന്ന് പറഞ്ഞാൽ ഒരു ടു വേർഷിപ്പ് ആൻഡ് സെർവ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. വേർഷിപ്പ് എന്നുള്ളൊരു അർത്ഥമുണ്ട്, സെർവ് എന്നുള്ളൊരു ശുശ്രൂഷിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ ലാത്രൂ എന്നുള്ള വാക്കിന്. അത് സ്പിരിച്വൽ സർവീസ് ഓഫ് വേർഷിപ്പ് എന്ന് പറയുമ്പം അവിടെയും ആ ഒരു ലാത്രൂ എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് എന്നൊക്കെ റോമർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ലാത്രൂ എന്നുള്ളൊരു പദമാണ്. ആ ലാത്രൂ എന്നുള്ള പദത്തിന് കുറച്ച് നല്ല ഞാൻ പരിഭാഷപ്പെടുത്തുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് പറയാം. ദി വിൽ വർഷിപ്പ് ഹിം ആൻഡ് സെർവ് ഹിം. അതായത് കർത്താവ് പറയുന്നുണ്ട് മത്തായി 4:10, എൻ്റെ ദൈവമായ കർത്താവെ നീ യു വിൽ വർഷിപ്പ് ഹിം ആൻഡ് യു വിൽ സെർവ് ഹിം. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ വർഷിപ്പ് എന്നുള്ള വാക്കിന് പ്രോസ്ക്യൂനിയോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ ലാത്രോ എന്നുള്ള വാക്ക് ആ സെർവ് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളം ബൈബിളിൽ ആ പരിഭാഷ അത്ര കറക്റ്റ് ആയിട്ടില്ല. മത്തായി 4:10 വാക്യം ഞാൻ ഈ പറയുന്നത്. നമ്മൾ തിരിച്ച് മത്തായി 4:10 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഈശോ അവനോട്, സാത്താൻ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ആരാധിച്ചെന്നാ വേണ്ടത്. പ്രോസ്ക്യൂനിയോ എന്നുള്ള വാക്ക്. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിന് അവിടെ ശുശ്രൂഷിക്കാവൂ എന്നാ വേണ്ടത്. അപ്പം അതാ ദൗ ഷൽ വർഷിപ്പ് ദ ലോർഡ് യുവർ ഗോഡ് ആൻഡ് സെർവ് ഹിം എന്ന ഇംഗ്ലീഷിൽ NASB. അതാ നമ്മുടെ സാങ്ക്ബറിന്ന് പറയപ്പെടുക ഓർഡർ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ, വർഷിപ്പ് അതിനുശേഷമേ സർവീസ് ഉള്ളൂ. എത്രയധികം നമ്മൾ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നു ആ ഒരളവിൽ നമുക്ക് കർത്താവിനെ സെർവ് ചെയ്യാനൊക്കെ ഉള്ളൂ. സർവീസ് മാത്രം നോക്കി, അതുകൊണ്ട് മാർത്തയുടെ സർവീസിന് കർത്താവിന് 2 വഴക്കം കിട്ടി. എന്നാൽ മറിയം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ സർവീസ് പിന്നീട് അവളുടെ സുഗന്ധവ്യഞ്ജന ഭരണി ഒക്കെ പൊട്ടിച്ചൊഴിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്തപ്പോൾ ആ സർവീസ് ഏറ്റവും അത് കർത്താവിന് സൗരഭ്യവാസനയായി തീർന്നു. അത് ഇന്നും നമുക്കും അത് സൗരഭ്യവാസനയായിട്ട് എത്തുന്നത് പോലെ സുവിശേഷം പറയുന്നിടത്തൊക്കെയും അത് പ്രഘോഷിക്കപ്പെടും എന്ന് പറയത്തക്കവണ്ണം അത് പ്രകീർത്തിക്കപ്പെട്ടു. അപ്പം വേർഷിപ്പ്, only a true worshipper can really serve him. അതായത് കർത്താവിനെ ആത്മാവിൽ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനോട് ഒന്നായി ചേർന്ന് കർത്താവിൽ തന്നെ മതിമറന്ന് എല്ലാം കർത്താവായി തീരുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കാൻ, വചനം ശുശ്രൂഷിക്കാനാവട്ടെ, സുവിശേഷം പറയാനാവട്ടെ, നിത്യതയ്ക്ക് നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് സഭയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പം ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവിനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്യുന്നത്, നിത്യതയ്ക്ക് നിലനിൽക്കുന്ന കാര്യങ്ങൾ ഒരു വർഷിപ്പറിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാ നമ്മളിവിടെ വായിക്കുന്ന അവൻ്റെ അടിമദാസന്മാർക്കേ യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ബ്രൈഡ്. അടിമദാസന്മാരാണ് ബ്രൈഡായിത്തീരുന്നത്. ബാക്കി 60 മേനി 30 മേനി ഉള്ളവരൊക്കെ അവർ വിശ്വാസത്തിന് നിലനിന്ന് അവിടെ കാണും, വിശ്വാസത്തിന് വീണു പോയാൽ തീപ്പൊയ്കെ കാണും. ഇവിടെ മുങ്ങിയ അവിടെ പൊങ്ങുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താ പറയുക, 30 മേനി കഷ്ടിച്ചും പാസ്സായില്ല, അവസാനം വരെ പിടിച്ചു നിന്നില്ല. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിന് പറയും അവസാനം വന്നപ്പോൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞത്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന മീറ്റിങ്ങിലും വീട്ടിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും പ്രയാസം വന്നാലും കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അവസാനത്തോളം നമ്മൾ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ നിന്ന് വിശ്വാസത്യാഗം സംഭവിക്കുന്ന അനേകരെ കുറിച്ച് നമ്മൾ ഒന്ന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി, ഇത് ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മഹോപദ്രവം വരുന്നതിന് മുമ്പായിട്ട്, അങ്ങനെയല്ല, കർത്താവിൻ്റെ വരവ് വരുന്നതിന് മുമ്പായിട്ട്, കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് വിശ്വാസത്യാഗം, പിന്നെ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ. അപ്പോൾ ആ ഒരു വിശ്വാസത്യാഗം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി 1945 ശേഷമെന്നാണ് നമ്മൾ അത് കാണുന്നത്. ചില ആ ഒരു വ്യാജമായിട്ടുള്ള ഒത്തിരി സുവിശേഷങ്ങളും വ്യാജമായിട്ടുള്ള ഒത്തിരി ക്രിസ്തീയ ഉപദേശങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയതൊക്കെ ഒരു 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെന്ന് നമ്മുടെ ചരിത്രം നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ സാങ്ക്ബേറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്ലഡ് ഓഫ് ഡീമൺസ് ഇനി ഭൂമിയിലേക്ക് വന്നു പോയോ എന്ന് സംശയിക്കത്തക്ക വണ്ണം ഒരു എന്താ പറയുക, ഭൂതങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഇനി ഭൂമിയിലേക്ക് വന്നു പോയോ എന്ന് സംശയിക്കത്തക്ക വണ്ണം. അതിനുശേഷമാണ് ഒത്തിരി അതിനു മുമ്പുള്ള ക്രിസ്തീയത കുറച്ചുകൂടെ പ്യുവറായിരുന്നു. അതിനുശേഷമുള്ള ക്രിസ്തീയത ഒത്തിരി വെള്ളം ചേർക്കപ്പെട്ട ഒത്തിരി ഒരു വാട്ടർ ഡൗൺ ഗോസ്പലായിട്ട് മാറി. അതായത് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന, അനുഗ്രഹം കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് വേണ്ടുന്നതെല്ലാം നമുക്ക് തരും. പക്ഷെ അതിനുവേണ്ടി കർത്താവിനെ പിൻപറ്റുന്ന, നിങ്ങൾക്ക് അത് വേണോ കർത്താവിനെ വിളിച്ചു, ഇത് വേണോ കർത്താവിനെ വിളിച്ചു, സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മാത്രം, ആരോഗ്യത്തിനും സൗഖ്യത്തിനും പണത്തിനും വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുന്ന ഒരു കൗണ്ടർ ഫീറ്റ്, മാൻ സെൻറ്റേർഡ്, മനുഷ്യകേന്ദ്രിതമായ ഹോസ്പിറ്റലിലോട്ടൊക്കെ അങ്ങനെയുള്ള ഒരു വ്യാജ സുവിശേഷവും, അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും ആൾക്കാർ വീണ്ടും ഇതുപോലെ വ്യാജ വിശ്വാസത്തിലേക്ക് വലിയ മെഗാ ചർച്ചസും കാര്യങ്ങളൊക്കെ. പക്ഷേ യഥാർത്ഥത്തിലൊരു വീണ്ടും ജനത്തിന് അനുഭവവും ജീവിതത്തിലൊരു മനസാന്തരവും ഇല്ല, കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസമൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിലേക്കൊന്നും പോകാതെ, കർത്താവിനെ ഏറ്റവും സ്വീകരിച്ചു, ഇനിയിപ്പം തോന്നുവാണെങ്കിൽ ജീവിച്ച് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ് ഉള്ള ഒരു ഫോൾസ് അഷുറൻസ് ഒക്കെ കൊടുത്തൊരു, അങ്ങനെയൊക്കെയുള്ള ഒരു പല അതിനുശേഷമാണ് പല വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റും ഈവൻ സാങ്ക്ബേറിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അതിന് മുമ്പുള്ള ഈ 1945 മുമ്പുള്ള പഴയ ക്രിസ്ത്യൻ ചേർച്ചസിൻ്റെ, ക്രിസ്തീയ സഭകളുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ സഹോദരിമാരെല്ലാം എന്താ പറയുന്നത്, മുക്കാടും തമിഴും ഒക്കെ തലമറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പിന്നീടാണ് അന്ന് എല്ലാ സഭകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ അതിന് മുമ്പുള്ള സാങ്ക്ബേർ നമ്മൾ കേട്ടിട്ടുള്ള, ഞാൻ അതിന് മുമ്പുള്ള ഫോട്ടോ ഒന്നും പോയി നോക്കാൻ പറ്റിയില്ല എനിക്ക്, വേറെ അതുപോലെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അതിന് 1940s മുമ്പുള്ള ചർച്ചസിലെല്ലാം സഭകളിലൊക്കെ, ആഗോളമായിട്ടുള്ള സഭകളിലെല്ലാം ആ ഒരു സഹോദരിമാർക്ക് തലമറയ്ക്കുന്നതെന്നും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് പിന്നെ വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ് ഏതാണ്ടൊക്കെ വന്ന്, പിന്നെ അതൊന്നും വേണ്ട, പിന്നെ എല്ലാം പുതിയ ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ വന്നു, മോഹോപദ്രവമൊന്നും ഇല്ലെന്ന് പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ വേറെ ഓരോരോ പുതിയ പുതിയ ഡോക്ട്രിൻസും കാര്യങ്ങളും എല്ലാം വന്ന്. അപ്പം ശരിയാണ്, സൗകര്യമാരും തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉപദേശമാണ്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള പല ബൈബിളിലെ തന്നെ ഒത്തിരി കാര്യങ്ങളിലെല്ലാം ഒരു ലിബറലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളും ഒക്കെ വന്ന് ഒരു യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അങ്ങ് ആളുകളെ വീണു പോകുന്ന തരത്തിലുള്ള നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിത്യമായിട്ട് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു വ്യാജ സുവിശേഷവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അതൊന്നും അല്ല, അവരൊന്നും അല്ല ഈ ബോൺ സെർവൻസ് എന്ന് പറയുന്നത്. ഈ ബോൺ സെർവൻസ് ആണ് കർത്താവിനെ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. ദേ വിൽ വർഷിപ്പ് ഹിം ആൻഡ് സെർവ് ഹിം, ദേ വിൽ ലാത്രൂ വർഷിപ്പ് ആൻഡ് സെർവ്. അത് നമ്മൾ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അതിനെ ശുശ്രൂഷിക്കും. അപ്പം അവിടെ നിത്യതയിൽ എന്താ ശുശ്രൂഷ ഇനി ചെയ്യാനുള്ള, ആരോടെങ്കിലും സുവിശേഷം പറയാനുണ്ടോ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ ആരോട് സുവിശേഷം ഒന്നും പറയാനില്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും വീണ്ടെടുക്കപ്പെട്ടവരേ ഉള്ളൂ അവിടെ. പക്ഷേ പലതരത്തിൽ അന്ന് ആത്മീയ സ്വർഗീയമായിട്ടുള്ള പലതരത്തിലുള്ള ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണ് അന്നത്തെ ശുശ്രൂഷകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്. 4-ാമത്തെ വാക്യം ഈ 4-ാമത്തെ വാക്യം അതിൻ്റെ അതിപൂജ്യം പുസ്തകത്തിലെ ആ ഒരു പോർഷൻ ഇപ്പം വായിക്കും അജ്ബേർത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ദൈവത്തെ മുഖാമുഖം കാണുക അതൊരു അത്യധികം മഹത്തായ കാര്യമാണ്. മോശയോടെന്ന പോലെ ദൈവം മുഖാമുഖം സംസാരിച്ചിട്ടുള്ള മറ്റൊരാൾ മനുഷ്യനുമില്ല.
എന്ന് പറഞ്ഞിരിക്കുന്നു. ആവർത്തനം 34:10. ദൈവത്തോട് ഒരു സ്നേഹിതനെ പോലെ മുഖാമുഖം സംസാരിക്കുക എന്നതാണ് ഒരു മനുഷ്യരെ ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവകാശം. നിത്യതയിൽ കർത്താവും നാമും തമ്മിൽ ഇങ്ങനെയായിരിക്കും. നാം അവിടുത്തെ മുഖം കാണും, അവിടുത്തെ നാമം നമ്മുടെ നെറ്റിമേൽ ഉണ്ടായിരിക്കും എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ വ്യക്തിത്വത്തിലൂടെ വെളിവാക്കപ്പെടും എന്നാണ്. അപ്പൊ നമ്മള് ഇത് ചെറിയൊരു വാക്യം, പക്ഷേ എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒത്തിരി വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഈ വെളിപാട് 22-ന്റെ 4-ാമത്തെ വാക്യം. അവർ എന്ന് പറയുമ്പോൾ ആരാ? ഈ അടിമദാസന്മാർ, ദ ബോണ്ട് സെർവൻസ്. അവരാണ് കർത്താവിന്റെ മുഖം കാണുന്നത്. അത് എത്ര വലിയൊരു യേശുവിന്റെ മുഖം നമ്മൾ ഇന്ന് കണ്ണാടിയിൽ കടമുടി പോലെ കാണുന്നു എന്നാണ് നമ്മളെ 1 Corinthians 13 വായിക്കുന്നത്. അവിടെ ആ ഒരു കടമൊഴി എന്നുള്ള വാക്കൊക്കെ കുറച്ചൊരു സാധാരണ മലയാളത്തിൽ അത്ര വ്യക്തമല്ലാത്തൊരു വാക്കാ. എന്നാൽ ഡിംലി, അതിന്റെ ആ ഒരു ഗ്രീക്ക് വാക്ക് 1 Corinthians നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, ഇന്ന് നമ്മള് കണ്ണാടിയിലാണ് കാണുന്നത്. ഏത് കണ്ണാടി? ഈ കണ്ണാടി ഏത് വാൽക്കണ്ണാടിയാണ്? കണ്ണാടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് കണ്ണാടി എന്ന് യാക്കോബ് 1:22-23 വാക്യങ്ങളിൽ പറയുന്നതായിട്ട് നമുക്കറിയാം. ആ ഒരു വചനത്തെ കണ്ണാടിയോട് അവിടെ യാക്കോബ് 1:22-23 ഉപമിച്ചിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മളുടെ ആത്മാവിൽ വചനമാകുന്ന കണ്ണാടി, വചനത്തിൽ നമ്മുടെ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ സൗരഭ്യവാസന നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് ആ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ ആത്മാവിലാണ് നമ്മളത് കാണുന്നത്. ആത്മാവില് കർത്താവിൻ്റെ ഒരു തേജസ്സായിട്ട്, കർത്താവിൻ്റെ ഒരു സൗമ്യത, കർത്താവിൻ്റെ ഒരു താഴ്മ, കർത്താവിൻ്റെ നിസ്വാർത്ഥത എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മ നമുക്ക് യേശുവിനെ കാണിച്ചു തരും. നമ്മുടെ ആത്മാവില് ഒരു യേശുവിന്റെ ഒരു ദിവ്യ സൗന്ദര്യം. അപ്പൊ അതാ നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ അതാ 1 Corinthians 13:12 ഏറ്റവും വലിയ അപ്പോസ്തലന്മാരിൽ ഒരാളായിട്ടുള്ള പൗലോസ് പോലും ഞാൻ വ്യക്തമായിട്ട് കണ്ടു. 3-ാം സ്വർഗത്തിലോട്ട് എടുക്കപ്പെട്ട പൗലോസ്, 2 Corinthians ആവുമ്പോഴ 3-ാം സ്വർഗത്തിന്റെ കാര്യം പൗലോസ് പറഞ്ഞെങ്കിൽ പോലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഇനി എത്ര എത്ര ദർശനമോ ഇനി എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന അത്ര വ്യക്തതയോടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി എന്നുള്ള വാക്ക് ഐനിക്മ എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക്, ഒബ്സ്ക്യൂർ തിങ്, എനിക്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് വരുന്ന ഒരു ഐനിക്മ, ഒബ്സ്ക്യൂർ തിങ്, ഡിംലി, വി സീ ഇൻ എ മിറർ ഡിംലി. ഇന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണുന്ന കണ്ണാടി ഒക്കെ ഉണ്ട്. ചിലപ്പം ചില കാറിന്റെ ഗ്ലാസ് ഇട്ടേക്കുവാണെങ്കിൽ ഗ്ലാസ് ഉണ്ടോ എന്ന് തോന്നിക്കത്ത വണ്ണം നമ്മൾ ചിലപ്പോൾ ഒന്ന് കൈ അങ്ങോട്ട് ഇടുമ്പോൾ ഗ്ലാസ് ഉണ്ടെന്ന് അറിയുന്നത്. പക്ഷെ അത്രമാത്രം നല്ല കണ്ണാടിയായിരിക്കും. പക്ഷെ ചില കണ്ണാടി ആണെങ്കിൽ ഒത്തിരി പൊടിയൊക്കെ പിടിച്ച് അന്ന് 1-ാം നൂറ്റാണ്ടിലെ ഇന്നത്തെ അത്ര നല്ല കണ്ണാടി ഒന്നും കാണത്തില്ലായിരുന്നിരിക്കും ഓഫ്കോഴ്സ്. പക്ഷെ ഇനിയിപ്പോൾ എത്ര നല്ല കണ്ണാടിയാണെങ്കിൽ പോലും ഒരാൾ യഥാർത്ഥത്തിൽ കാണുന്നതും കണ്ണാടി കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു കണ്ണാടി തന്നെ ഒരു അത്ര വ്യക്തമല്ലാത്തൊരു കണ്ണാടിയാണെന്നിരിക്കട്ടെ, നമുക്കൊരു ഏകദേശ രൂപം കർത്താവിനെ നമുക്ക് അറിയാം. നമ്മൾ ആ കണ്ണാടിയിൽ വചനമാകുന്ന കണ്ണാടിയിൽ കർത്താവിന്റെ രൂപം അത് കൂടുതൽ അത് ക്ലിയറായി വരും. നമ്മൾ ആത്മാവില് കൂടുതലായിട്ട് നടക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ നടക്കുമ്പം വചനമാകുന്ന കണ്ണാടിയിൽ യേശു നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരും. കർത്താവിന്റെ ആ ഒരു സ്വഭാവം, കർത്താവിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാനും തിരിച്ചറിയാനും. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ആരോ ഒരു സഹോദരനോട് ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ പക്ഷെ കർത്താവിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു, കുഞ്ഞാടുകൾ ശബ്ദം കേൾക്കാൻ ശീലിക്കണം. കുഞ്ഞാടുകൾ ആടുകളായിട്ട് മെച്ചുവർ ആകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കുക. അപ്പൊ കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞേ, പക്വതയിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കേട്ട് ശീലിക്കണം നമ്മള് കർത്താവിന്റെ ശബ്ദം ഓരോ ദിവസവും. കർത്താവെ അവിടത്തേക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളേ എന്നുള്ളൊരു എന്നുള്ളൊരു റിക്വസ്റ്റ്, എന്നുള്ളൊരു പ്രാർത്ഥന നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമുക്കതൊരു ആത്മാവിലൊരു
സെൻസ് ചെയ്യാൻ തക്കവണ്ണം, കാര്യങ്ങളെ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. ചിലപ്പോൾ ചില തിരുത്തലുകളായിരിക്കും, ചിലപ്പോൾ ഉത്സാഹവും പ്രോത്സാഹനമായിരിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വചനങ്ങളെ കർത്താവ് ഓർപ്പിക്കുമായിരിക്കും. ചിലപ്പോൾ ചില തിരുത്തുന്ന നമ്മളെ ചിലയിടത്ത് മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങളായിരിക്കും കർത്താവ് കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ ഓരോ ദിവസവും കേട്ട് ശീലിക്കുകയും അങ്ങനെ കർത്താവിനെ കടമൊഴിയായിട്ട് കണ്ണാടിയിൽ ഡിമ്മായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആ ഒരു തേജസ്, കർത്താവിൻ്റെ കൃപയും സത്യം നിറഞ്ഞവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ആ ഈ ഭൂമിയിൽ നമുക്ക് മുന്നോടിയായി പോയ കർത്താവിനെ പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരും. അത് നമുക്ക് വേറെ ആർക്കും നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ, പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും അത് വ്യക്തമാക്കി തരണം. അപ്പം അങ്ങനെ ആവുമ്പോഴാണ് എന്താ കർത്താവിനെ നമ്മൾ കാണുന്നത്. ആ കാഴ്ച അത് കൂടുതൽ കൂടുതൽ അത് വ്യക്തമായിക്കൊണ്ടിരിക്കും. നമ്മളുടെ ആത്മീയമായിട്ടുള്ള നമ്മളുടെ കാഴ്ചശക്തി കൂടുന്തോറും എന്നാൽ നിത്യതയിൽ നമ്മൾ ആക്ഷരികമായിട്ടും ഈ കർത്താവിനെ അങ്ങ് കാണും. കർത്താവിന് രണ്ടാമത് വരവെങ്കിൽ തന്നെ കാണും, സഹസ്രാബ്ദ വാഴ്ചയിലും കാണും. പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് അതിൻ്റെ ഏറ്റവും അടുത്ത് നമുക്ക് കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നത്. അതാ അവര് കർത്താവിൻ്റെ മുഖത്തെ കാണുമ്പോൾ അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. വെച്ചാൽ നമ്മൾ they will be so focusing on the Lord Jesus that will be reflecting Jesus on their foreheads എന്ന് പറഞ്ഞാൽ കർത്താവിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ കർത്താവിൻ്റെ നാമം നെറ്റിമേലിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ സ്വഭാവം അവരിൽ അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ആവും, പ്രതിഫലിക്കും. ആരോ സാധു സിംഗിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തി സാഗ്ബേറിനോട് പണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ സാഗ്ബേറിന് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന്. സാധു സിംഗിൻ്റെ കണ്ണുകൾ അതുപോലെയായിരുന്നു, നിഷ്കളങ്കമായിട്ടുള്ള കർത്താവിനെ അതുപോലെ അടുത്തറിഞ്ഞ ആളുകൾ അവരുടെ ആ ഒരു അവരെ കണ്ടിട്ടുള്ളവർക്ക് ശരിയാണ്, നമുക്ക് നമുക്ക് ഇനോ അവരെ ആളുകളെ പുച്ഛിക്കുകയും കളയുകയും എല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ അവരെ അങ്ങനെയുള്ളവരെ എന്താ മരുഭൂമിയിലെ എന്താണ് ഫ്ലെയിം ഇൻ ദ ബുഷ്, ബേണിംഗ് ഫയർ ഇൻ ദ ബുഷ്, ആ ഒരു ഒത്തിരി മുൾപ്പടർപ്പ് കണ്ടിട്ടുണ്ട്. എന്നാൽ തേജസ് ഇറങ്ങിയ അഗ്നി ഇറങ്ങിയ മുൾപ്പടർപ്പ് മോശയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വാക്യത്തിലൂടെ പോകാൻ സമയമില്ല. മറക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മളെ കർത്താവിൻ്റെ തേജസ് ഉള്ളവരാണെങ്കിൽ നമ്മളെ കാണുന്നവർക്ക് അത് കർത്താവിൻ്റെ തേജസ് കാണാനും അത് അവർക്കതൊരു വെല്ലുവിളിയായിട്ടായിരിക്കാനും ഒക്കെ ഇടയാകും. അപ്പം നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് കണ്ണാടിയിൽ കടമൊഴിയായിട്ട് വചനമാകുന്ന കണ്ണാടികൾ നമ്മുടെ ആത്മാവിലൊരു അവ്യക്തമായിട്ടാണെങ്കിലും കൂടുതൽ വ്യക്തതയോടെ നമുക്ക് കർത്താവിൻ്റെ തേജസ്സിനെ കാണാനൊപ്പം കർത്താവിൻ്റെ മുഖം കാണാം എന്ന് അന്ന് നമ്മൾ നേരിട്ട് കാണും. അപ്പം ആ ഒരു പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ നോക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിറഞ്ഞ പിതാവേ യേശുവേ, ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചല്ലോ. ഞങ്ങൾ കർത്താവേ ഒരു അനുഗ്രഹമായിരിക്കണം എന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞില്ല കർത്താവേ. അതിനായിട്ട് ഞങ്ങൾക്കായിട്ട് കർത്താവേ ഞങ്ങളുടെ സ്വയശക്തിയിൽ അത് പറ്റുകയില്ലല്ലോ കർത്താവേ, മറിച്ച് ഞങ്ങൾ തന്നെ സമ്പൂർണ്ണമായിട്ട് അതിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ കർത്താവേ പ്രാണൻ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വികാരങ്ങൾ, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവിടുത്തെ ആത്മാവിൻ്റെ അധീനതയിലായി തീരണം കർത്താവേ. അങ്ങനെ ഞങ്ങളൊരു അനുഗ്രഹമായി തീരണം. ഞങ്ങളായിരിക്കുന്നിടത്തൊക്കെയും ഒരു സൗരഭ്യവാസനയായിട്ടായി തീരണം. ഞങ്ങളതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സഹായിക്കണേ, അനുഗ്രഹിച്ചാട്ടെ കർത്താവെ, അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളെ ഒരു അനുഗ്രഹമായിരിക്കാൻ അങ്ങ് സഹായിക്കണം കർത്താവെ. ഞങ്ങൾ അടിമദാസന്മാരായിട്ട് അവിടുത്തെ അങ്ങേ ആരാധിക്കുന്നവരായിട്ട്, അങ്ങേ ശുശ്രൂഷിക്കുന്നവരായിട്ട്, അവിടുത്തെ മുഖം കണ്ട് ആരാധിക്കുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ അങ്ങയോടുള്ള ആദ്യ സ്നേഹത്തിൽ കർത്താവെ അവിടുത്തെ മുഖത്തെ കാണുവാൻ, അവിടുത്തെ ആ സ്നേഹത്തെ കാണുവാൻ, അവിടുത്തെ ആ സൗമ്യതയും നിസ്വാർത്ഥതയും താഴ്മയും, അവിടുത്തെ ആ കാർക്കശ്യത്തെയും പാപത്തിനും പാരമ്പര്യത്തിനെതിരെയൊക്കെ അവിടുന്ന് എടുത്ത ആ ഒരു കാർക്കശ്യമായിട്ടുള്ള നിലപാടുകളെയൊക്കെ കാണുവാനും എല്ലാം കൃപയും സത്യവും നിറഞ്ഞ യേശുവിനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അതിനായിട്ട് വചനമാകുന്ന കണ്ണാടി ഓരോ ദിവസവും അങ്ങേ അന്വേഷിപ്പാൻ, ആ കണ്ണാടിയിൽ അങ്ങേ അന്വേഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അന്ന് ഞങ്ങളെ നേരിട്ട് കാണുമല്ലോ കർത്താവേ. അന്ന് ഞങ്ങളെ മുഖം കണ്ട് ആരാധിക്കും. ഇന്ന് ഞങ്ങളെ കർത്താവെ അവ്യക്തമായിട്ടാണെങ്കിലും അങ്ങേ വിശ്വാസ കണ്ണുകളാലെ കണ്ട് ആരാധിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങേ ശുശ്രൂഷിക്കട്ടെ കർത്താവെ. ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾ ആരാധിക്കുന്ന അളവിൽ ഞങ്ങൾക്ക് അങ്ങേ ശുശ്രൂഷിക്കുവാനും സാധിക്കുകയുള്ളല്ലോ കർത്താവെ. ഞങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ആരാധികമാരായിട്ട് മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുത്തിയായിട്ട് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ഇടവിൽ അത് നിറച്ചാട്ടെ.
എപ്പോഴും ആ ക്രൂശിൻ്റെ വഴിയിൽ ഞങ്ങളുടെ ജീവിതം എപ്പോഴും ക്രൂശിൽ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനെ നിറച്ചായിട്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയിട്ട് എല്ലാ യേശുവിന് വിലയേറിയ മാധുര്യയുടെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ.